മധുബഹായിൽ കയറി ആ ശുശ്രൂഷ തുടങ്ങി തീരുന്നവരെ ഒരു ശുശ്രൂഷൻ ചുമച്ചുകൊണ്ട് നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ തീരെ ആരോഗ്യമില്ല, ഇതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് കുഴഞ്ഞു വീഴുകയാണ്. മനുഷ്യനാണ്, ഇപ്പോൾ വേണമെങ്കിൽ കുഴഞ്ഞു വീഴാം. എങ്കിലും അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ആ ശുശ്രൂഷകൻ നൽകുന്ന ചിത്രം എന്തായിരിക്കും? ഒന്ന്. രണ്ട്, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യം വളരെ വലിയ ഒരു ചോദ്യമാണ്. ആ തരത്തിലേക്ക് ഉയരാൻ, ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ഉയരാനുള്ള ആരോഗ്യം, ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിലേക്ക് നിങ്ങൾ വളർന്നു വരണം എന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാമ്പിൻ്റെയും ഒരു മുഖ്യ സന്ദേശം. ആമുഖം ഞാൻ നീട്ടുന്നില്ല, പക്ഷേ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പലരും ഇപ്പോഴും തന്നെ നല്ല കോട്ടുമൊക്കെ ഇടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരുടെയും കുറ്റമല്ല, കാരണം ഏക ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്രമ ദിനങ്ങളായിട്ടാണ് നിങ്ങളിത് എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ സ്പെക്ട്രമാണ്. ഏറ്റവും എനിക്ക് തോന്നുന്നു മിഡിൽ സ്കൂൾ മുതലുള്ളവരെ ഉള്ളെന്ന് തോന്നുന്നില്ലേ? LP സ്കൂളിലുള്ളവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. മിഡിൽ സ്കൂൾ മുതൽ ഹൈസ്കൂൾ മുതലേ ഉള്ളൂ. 15 വയസ്സാണ്. പലരുടെയും ഒരു കാഴ്ചയ്ക്ക് അത്ര തോന്നുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. 15 വയസ്സ് ഉണ്ടാവും. ഞാൻ വിചാരിച്ചു ഇത്ര ചെറിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കുന്നല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരെയും എനിക്ക് ഒരു ലിമിറ്റേഷനുള്ള, സാധാരണ ഞാൻ ഇവിടുന്ന് അങ്ങ് വരെയൊക്കെ നടന്ന് നിങ്ങളെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഈ മൈക്കിൻ്റെ വയറും ചെറുതാണ്, ഇത് അനക്കേണ്ടതുള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. ഈ സാധനം തന്നെ വെച്ചിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നും അധികം പറയാൻ നമുക്ക് സമയമില്ല. പക്ഷേ ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു പൂർണ്ണമായ നിങ്ങളുടെ ഒരു അറ്റൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പുതിയതല്ലാത്ത, എന്നാൽ നമുക്ക് അനുദിനം വേണ്ട, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ചില കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ശ്രീ ബിജു ആണ് ഈ ടൈറ്റിൽ ഉണ്ടാക്കിയത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയാണ്. ബിൽഡിങ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. അതായത് നമ്മുടെ ആരോഗ്യം നമ്മളുടെ സന്തോഷത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആരാധനയുടെ അനുഭവം നമുക്ക് സന്തോഷം തരേണ്ടതാണ്. പൂർണ്ണമായ ഒരു ആരാധന പൂർണ്ണമായ സന്തോഷം നമുക്ക് തരുന്നത് പോലെ ആ പൂർണ്ണമായ ആരാധനയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്കും നല്ല രീതിയിൽ, പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവേണ്ടതുണ്ട്. ആരോഗ്യത്തെപ്പറ്റി ഉള്ള ഒരു ഡെഫിനിഷൻ ലോകാരോഗ്യ സംഘടന 1948 തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നമുക്ക് രോഗമില്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് പൊതുവേ നമ്മൾ ആരോഗ്യമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരു അസുഖങ്ങളുമില്ല, അതുകൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിർവചനം, ഡെഫിനിഷനിലാണല്ലോ നമ്മളെല്ലാം തുടങ്ങുന്നത്. മോനെ, ഇടയ്ക്ക് ഞാൻ വിളിക്കും, അതിൻ്റെ ഇടയിൽ ഉറങ്ങാം. ഈ ലോകാരോഗ്യ സംഘടനയുടെ ഒന്നാം ഡെഫിനിഷനിൽ രോഗമില്ലാത്ത ഒരവസ്ഥ ആണ് ആരോഗ്യം എന്ന് പഠിപ്പിക്കാനല്ല ആ ഡെഫിനിഷൻ. പക്ഷേ ഒരു കാര്യം അവിടെ പറയുന്നത്, രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷനിൽ വരേണ്ടത്. നമുക്ക് ഒരു അസുഖവുമില്ല എന്നുള്ളതല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണം, മറിച്ച് ഇത് നമ്മുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ സാമൂഹികവുമായ ഒരു വെൽബീയിങ്, അല്ലെങ്കിൽ ഒരു, ശരിക്കും അതിനെ സന്തോഷമെന്ന് പറയാം. കാരണം എല്ലാം കൂടെ ചേരുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യം. അതിന് ശാരീരികമായ ഒരു ഭാഗമുണ്ട്, മാനസികമായ ഒരു ഭാഗമുണ്ട്, സാമൂഹികമായ ഒരു ഭാഗമുണ്ട്. അതിനെല്ലാം അപ്പുറമായിട്ട് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആത്മീകമായ ഒരു ഭാവവുമുണ്ട്. ഈ 4 ഭാവങ്ങളെങ്കിലും മിനിമം ചേർന്ന് വരുമ്പോഴാണ് പൂർണ്ണമായ ഒരു ആരോഗ്യവാൻ എന്ന് പറയുന്നത്. ശാരീരികമായ ആരോഗ്യം ഉണ്ടാവുക,
മാനസികമായ ആരോഗ്യം ഉണ്ടാവുക. സാമൂഹികമായിട്ട് മനുഷ്യൻ, നമ്മൾ പ്രത്യേകിച്ചും സമൂഹജീവിയാണ്. നമ്മുടെ ചർച്ച്, നമ്മുടെ പള്ളി, നമ്മുടെ സഭ, ഇതെല്ലാം സാമൂഹികമായി നമ്മളെ നിലനിർത്തുന്ന ഘടകമാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയമായ സ്പിരിച്വൽ, അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്, അതിനോടൊപ്പമാണ് സ്പിരിച്വൽ. ഇതുകൂടി ഉൾപ്പെടുന്ന വെൽബീയിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഖകരമായ അവസ്ഥ എന്നുള്ളതാണ് ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അസുഖമില്ലാത്തതിൻ്റെ, രോഗമില്ലായ്മയല്ല. അത് മാത്രവുമല്ല, ഇപ്പുറത്ത് ഞാൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പർപ്പസ്, ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം ഈ ഇവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങൾ ശുശ്രൂഷകരുടെ ഒരു റോളിൽ ആരോഗ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നല്ലൊരു ശുശ്രൂഷൻ ആകുക എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരാളായിരിക്കണം എന്ന് വളരെ പെട്ടെന്ന് പറയാൻ കഴിയും. ശാരീരികമായ ആരോഗ്യം വേണം, മാനസികമായ നല്ല ആരോഗ്യം വേണം, സാമൂഹികപരമായി നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു റോളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്. സാമൂഹികമായ ഒരാരോഗ്യമുണ്ട്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ആധ്യാത്മികം അല്ലെങ്കിൽ ആത്മീകമായ ഒരു റോൾ. ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന ഒരാകത്തുകയായ ആരോഗ്യത്തെ പറ്റിയും, ഈ ആരോഗ്യം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ, നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒരു മകൻ എന്നുള്ള നിലയിൽ, ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ, ഒരു മുത്തച്ഛൻ എന്നുള്ള നിലയിൽ, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഏതാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ കൃത്യമായി ഫലപ്രദമായി പാലിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരോഗ്യമുള്ളതിൻ്റെ അവസ്ഥ. നമ്മുടെ ഈ തലത്തിലുള്ള ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമുണ്ടാവും. ഇത് വളരെ ഒരു ക്ലാസിൻ്റെ തലത്തിലാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സന്തോഷം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടൊപ്പം എനർജി, ഊർജം ആവശ്യമുണ്ട്. നമ്മുടെ ആരോഗ്യം, സന്തോഷം എന്നിവ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മളിലുള്ള ഊർജം മൂലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നത്, നമുക്ക് സന്തോഷം തരുന്നത്, മറ്റുള്ളവരറിയുന്നത് നമ്മളിലൂടെ വരുന്ന ഊർജം, നമ്മൾ പ്രകടിപ്പിക്കുന്ന ഊർജത്തിലൂടെയാണ്. അതിന് ഏറ്റവും സിമ്പിളായിട്ട് അവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ആരോഗ്യകരമായ ആഹാരക്രമം, ഭക്ഷണം ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സജീവമായിരിക്കേണ്ടതും ആവശ്യമാണ്. 7-8 കാര്യങ്ങൾ നമ്മൾ സജീവമാകുന്നതിൻ്റെ, ആരോഗ്യകരമായിരിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, പോഷകാഹാരം അല്ലെങ്കിൽ പോഷകകരമായ ആഹാരത്തിൻ്റെ ക്രമം. അതിനേക്കാൾ പ്രധാനമാണ്, അതോടൊപ്പം പ്രധാനമാണ് വ്യായാമം, എക്സസൈസ്. എക്സസൈസിൻ്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ല ഇവിടെ. കാരണം ഏറ്റവും കൂടുതൽ എക്സർസൈസ് ചെയ്യേണ്ട പ്രായത്തിലാണ് നിങ്ങളെല്ലാം കടന്നു പോകുന്നത്. പക്ഷേ ഇന്നത് നടക്കുന്നില്ല. ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ട രീതിയിലുള്ള എക്സർസൈസുകൾ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും മിനിമം ഒരു 45 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ, അതായത് 1 മണിക്കൂർ വരെ മിനിമം ഒരു ദിവസം നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിൽ. അതിൽ കൂടുതൽ ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിക്കരുത്, തെറ്റല്ല. പക്ഷേ പ്രൊഫഷണലായിട്ട് നമ്മൾ സ്പോർട്സ് രംഗത്തേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കളികളിലേക്ക് ഇടപെടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ തവണ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ദിനം. പക്ഷേ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രയോറിറ്റി ആ കളിയിലാവും. അല്ലാത്തവർക്ക്, പഠിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് പ്രായം കൂടുന്നതനുസരിച്ച് അത് 45-30 മിനിറ്റ് വരെയൊക്കെ ആക്കി അതിൻ്റെ കുറവ് വരുമെങ്കിലും
ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും മിനിമം 1 മണിക്കൂർ നല്ല രീതിയിൽ വ്യായാമം. നമ്മുടെ വ്യായാമത്തിന് വലിയ ഡെഫിനിഷനുകളുണ്ട്. ലോകാരോഗ്യ സംഘടന എല്ലാത്തിനെയും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ശരാശരി ഹൃദയമിടിപ്പ് റേറ്റ്, ഹാർട്ട് റേറ്റ്, അത് കൂടണം. കൂടി സാധാരണഗതിയിൽ 70-80-നകത്തുള്ള റേറ്റ് 100-110 വരെ ആകുമ്പോൾ ആ റേറ്റ് കൂടിയതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ വ്യായാമം കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. പക്ഷേ അത് കൂടി ഹൃദയത്തിന് രോഗമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആകാനും സാധ്യതയില്ല, പാടില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിന് അനുവദിച്ചിട്ടുള്ള രീതിയിലുള്ള ഹാർട്ട് റേറ്റിൽ 45 മുതൽ 60 മിനിറ്റ് വരെ ദിവസം പ്രതി വ്യായാമം ചെയ്യേണ്ടതുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. കാരണം പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ച് എക്സസൈസുകൾ, സ്പോർട്സ് ഏത് ആയിരുന്നാലും അത് നല്ലൊരു വ്യായാമം തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിഗറസ് ആയിട്ടുള്ള ഇൻറ്റൻസിക് എയ്റോബിക് ആക്ടിവിറ്റി നല്ല രീതിയിൽ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ഗുണകരമായ രീതിയിലായിരിക്കണം നമ്മുടെ വ്യായാമം. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും പ്രവർത്തനക്ഷമമാവുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾക്കാണ് മുൻഗണന. ഒപ്പം നമ്മുടെ മസിലുകൾ, അതുപോലെ തന്നെ എല്ലുകൾ, ഇവയെല്ലാം ശാക്തീകരിക്കുന്ന രീതിയിൽ അതും വളരെ പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ അവർ ഏകദേശം 60 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസമാണെങ്കിലും മിനിമം ആഴ്ചയിൽ 3 തവണ ഈ ചെയ്തിട്ടായാലും 60 മിനിറ്റ് എക്സസൈസ് കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം എന്ന് പറയും. ഇത് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്ക് ആരോടൊക്കെ പറയാമോ അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുകയും, ഗ്രൂപ്പായിട്ടുള്ള കളികളിൽ ഇത് വലിയ പ്രധാനമാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവരെയെല്ലാം അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാം. രണ്ടായാലും അത് ആ വ്യായാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇനിയും ചിന്തിക്കുമെങ്കിലും വ്യായാമം ഏറ്റവും പ്രധാനം. ആ വ്യായാമത്തെ തുടർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തഓട്ടം കൂടുകയും പ്രത്യേകിച്ച് തലച്ചോറിലേക്കും കൂടേണ്ടതുണ്ട്. ഇത് നമുക്ക് ആ ദിവസത്തെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുകയും ചെയ്യും. പ്രാഥമികമായി നമുക്ക് എങ്ങനെ ഊർജം കൂട്ടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആഹാരം അടുത്തത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. 1 വ്യായാമം, 2 ആഹാരത്തെ സംബന്ധിച്ച് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുകയും അതിപ്പോഴ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. അതിൽ പറയുന്ന ആഹാരങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും സമീകൃതമോ നമ്മുടെ ശരീരത്തിന് ആവശ്യമോ ഉള്ളതാവണമെന്നില്ല. നമ്മുടെ നാക്കിന് രുചിയുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിന് ഉതകുന്നതാവാം. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആഹാരക്രമത്തിൽ അത്യാവശ്യം കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഈ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഫുഡ് പ്ലേറ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കാണുന്നത്, ഒരു പ്ലേറ്റിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പകുതി ഭാഗവും വെജിറ്റബിൾസ്, ഫ്രൂട്ട്, പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും ഇന്ന് ദുർലഭമാണ് നമ്മുടെ ആഹാര പ്ലേറ്റിലെങ്കിലും അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഏതൊരു വികസിത സമൂഹവും അന്യനാടുകളിലായിരുന്നാലും അവർ ഏറ്റവും കൂടുതൽ എപ്പോഴും കഴിക്കാനും ഉത്സാഹിക്കുന്നതും മറ്റുള്ളവരോട് പറയുന്നതും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ്. നമ്മുടെ ആഹാര പ്ലേറ്റുകളിൽ എത്രത്തോളം ഇതുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇത് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങളത് പറഞ്ഞു തുടങ്ങണം. കാരണം വീട്ടിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ ആഹാര പ്രകൃതി വെച്ചുകൊണ്ട് ചിലപ്പോൾ ഫ്രൂട്ട്സേ കാണണമെന്നില്ല. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം നമ്മൾ ഉടൻ തന്നെ ഏറ്റവും ഇവിടെ കിട്ടാത്ത ഫ്രൂട്ടുകളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കണം എന്നല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളുണ്ട്. ഇന്ന് എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലായിടത്തും അവൈലബിളുമാണ്. 1. അതുപോലെ തന്നെ പച്ചക്കറിയും മസ്റ്റായിട്ടും ഉണ്ടാവണം. ഇല്ലാത്ത ഒരു ആഹാരത്തെപ്പറ്റി ചിന്തിക്കാനേ പാടില്ല. മറിച്ച് പച്ചക്കറികൾ ഇല്ലാത്ത ഒരു ആഹാരം നമുക്ക് തരികയാണെങ്കിൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യണം, എന്തുകൊണ്ട് പച്ചക്കറി ഒഴിവാക്കുന്നു. ഒപ്പം
പ്രോട്ടീൻ വളരെ പ്രധാനം. പ്രായമാവുന്ന അല്ലെങ്കിൽ വളരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ പ്രോട്ടീൻ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഉതകുന്ന സാധനങ്ങൾ നമ്മൾ കൂടുതലും ഇന്ന് മലയാളിയുടെ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂർ ഭക്ഷണക്രമത്തിലൊക്കെ എപ്പോഴും തന്നെ പ്രോട്ടീൻ്റെ അമിതമായ അളവുകളുണ്ടാവും. ചിക്കനായിരുന്നാലും മട്ടനായിരുന്നാലും അതുപോലെ തന്നെ ബീഫ്, ഇതുപോലെയുള്ള മാംസ്യാഹാരങ്ങളെല്ലാം തന്നെ, മാംസം ആണ് നമ്മളത്, പ്രോട്ടീൻ്റെ മലയാളം മാംസ്യം. അപ്പം മാംസ്യം നൽകുന്ന മാംസാഹാരങ്ങൾ മീന്. എന്നാൽ പ്രോട്ടീൻ തരുന്ന മറ്റ് സോയ, അതേപോലെ അനേക സാധനങ്ങളുണ്ട്. മറ്റ് ചെറിയ ചെറിയ പിന്നെ നട്ട്സ് മുതലായ എല്ലാ കാര്യങ്ങളും, പല വിധത്തിലുള്ള നട്ടുകൾ, ഇതെല്ലാം തന്നെ പ്രോട്ടീൻ തരുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻസ് നമ്മുടെ ആഹാരക്രമത്തിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അത് 1/4 മൂന്നിലൊന്ന് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും 1/4 പ്ലേറ്റിൻ്റെത് അതാവണം. ബാക്കി 1/4 മാത്രമേ നമ്മളിന്ന് പ്ലേറ്റ് നിറച്ച് വിളമ്പി കഴിക്കുന്ന ചോറായിരുന്നാലും അരിയാഹാരമായിരുന്നാലും അതുപോലെ തന്നെ ഗോതമ്പ് ഏതായിരുന്നാലും സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തരുന്ന ആഹാരങ്ങൾ എല്ലാം തന്നെ 4/1 കഴിക്കാവുള്ളൂ. ഏത് അവസരത്തിലും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാവുന്നു. സത്യം പറഞ്ഞാൽ അത് പറച്ചിലേ നിർത്താൻ സമയമായി. കാരണം അരിയാഹാരം 4/1 കഴിക്കാവൂ, ബാക്കി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അരിയാഹാരം ഈ പ്രായത്തിലെ തന്നെ നിങ്ങൾ കുറച്ചു കൊണ്ടുവരിക. കുറേ പേരെങ്കിലും പൂർണ്ണമായിട്ട് അരിയാഹാരം എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതും പാടില്ല. കാരണം നമുക്ക് ആവശ്യമുള്ള ഊർജത്തിൻ്റെ ഏറ്റവും റെഡിമെയ്ഡ് സോഴ്സ് കാർബോഹൈഡ്രേറ്റുകൾ അരിയാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റുമാണ് നമുക്ക് പെട്ടെന്ന് എനർജി തരുന്നത്. അതിന് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ പോലും വിശപ്പടക്കാനായി അരിയാഹാരങ്ങളെ നമ്മൾ അവലംബിക്കുന്നത് ശരിയായ അതല്ല. അത് കൂടുതലായി, പ്രത്യേകിച്ചും ഒരു 100 പേരിൽ 20 പേരെങ്കിലും, അതും 30 വയസ്സിന് മുകളിലുള്ള, നമുക്ക് വേണമെങ്കിൽ അത് 40 വയസ്സെന്ന് പറയാം, 40 വയസ്സിന് മുകളിലുള്ള 100 പേരിൽ 20 പേര് കേരളത്തിൽ ഡയബറ്റിക്കാണ്. ഒരു അനദർ 20-25% പേര് ഹൈപ്പർ ടെൻഷനാണ്, അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം, BP കൂടുതലുള്ളവരാണ്. BPയും ഡയബറ്റീസും കൂടെ ചേർന്നുകൊണ്ട് എങ്ങനെ പോയിരുന്നാലും ഒരു 35-40% പേരുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ 40 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്കെടുത്താൽ അവരിൽ 5-1 എന്തായിരുന്നാലും ഡയബറ്റിക്കായി. അതുപോലെ തന്നെ ചിലപ്പോൾ 4-1 BP പ്രഷറിന് അസുഖമുള്ള ആളായിരിക്കും. പലപ്പോഴും ഈ IT പാർക്കുകളിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഉള്ളതുകൊണ്ട് അറിയാം, പുതിയ തരം ജോലികളിൽ ഏർപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാർ തന്നെ, യുവാക്കൾ തന്നെ ഉച്ചയാവുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് വരികയും ടോയ്ലറ്റിൽ കയറി ഇൻസുലിൻ എടുത്തുകൊണ്ട് പാൻറ്റിൻ്റെ പുറത്തൂടെ തന്നെ വല്ലതും കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഇൻസുലിൻ എടുത്തുകൊണ്ട് ആഹാരം കഴിക്കുകയാണ്. അതുപോലെ തന്നെ 3-4 ഗുളികകൾ പ്രഷർ കുറയ്ക്കാനായിട്ട് കഴിക്കുകയാണ്. പ്രായം ചോദിച്ചു വരുമ്പോൾ 28, 25, 9 അല്ലെങ്കിൽ 32. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ വന്ന് നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാരിലേക്ക് 40 വയസ്സിന് മുകളിലായിരുന്ന അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയിരുന്ന പ്രഷറും ഡയബറ്റീസും 20 വയസ്സുകളിലേക്ക് 25 വയസ്സുകളിലേക്ക് വരികയാണ്. ഇതിൻ്റെ അനന്തരഫലം 25-30 വയസ്സിനകത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു. പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീഴുന്നു, മരണപ്പെടുന്നു. നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചു വരുന്ന ഈ മരണങ്ങൾ, ജോലിയുടെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക, ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്യപ്പെടാത്ത ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP, അതുകൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ കാണിക്കുകയാണ്. അപ്പം ഇത് ഞാൻ ഇവിടെ പറയുന്നത്, ഈ രോഗങ്ങളൊന്നും തന്നെ കണ്ടു തുടങ്ങാത്ത, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമായിട്ടില്ല ഞങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്ന, എന്ന് തിരിച്ചറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും മിക്ക
ആളുകളുടെ കാര്യത്തിലും ഈ പ്രായത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ചെറുപ്പം മുതലേ ഉള്ള നമ്മുടെ ആഹാര പ്രാക്ടീസുകൾ, നമ്മുടെ രീതികൾ തന്നെയാണ് നമ്മുടെ കുടുംബ പാരമ്പര്യത്തോടൊപ്പം ഈ രോഗങ്ങളിലേക്ക് വരുന്നത്. വളരെ നന്ദി. അപ്പോൾ ഞാനിത് രോഗങ്ങളിൽ നിന്ന് തിരിച്ചു വരാൻ കാര്യം, ഈ രോഗങ്ങൾ നമ്മുടെ കുടുംബപരമായിട്ടുള്ളതാണ്. ഡയബറ്റീസ്, പ്രഷർ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്, അതേ തുടർന്നുണ്ടാകുന്ന സ്ട്രോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുണ്ടാവും. ഡയബറ്റീസിൻ്റെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ, അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ, അപ്പച്ചനോ അമ്മച്ചിക്കോ, ആർക്ക് ആയിരുന്നാലും അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ മകനോ മകൾക്കോ ആ രോഗം വരാനുള്ള സാധ്യത 100%. ഒരാൾക്കുണ്ടെങ്കിൽ 50%. വല്യപ്പച്ചനും വല്യമ്മച്ചിക്കുമാണ് ഈ രോഗം ഉണ്ടെങ്കിൽ അതെങ്കിലും എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടാകും, ഉറപ്പാണ്. അവർക്ക് അവരുടെ മക്കളിൽ ചിലപ്പോൾ ആ രോഗം കാണുകയില്ല. അതായത് നിങ്ങളുടെ അപ്പച്ചനോ അമ്മച്ചിക്കോ അത് കാണുകയില്ല, പക്ഷേ നിങ്ങൾക്കതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട്, ജനിതകമായിട്ട് ഈ രോഗങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, വളരെയേറെ കൂടുതലാണ്. മലയാളി സമൂഹത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൽ, കുറച്ചുകൂടെ ചുരുക്കി പറഞ്ഞ ഓർത്തഡോക്സ് സമൂഹത്തിൽ ഈ രോഗങ്ങൾ വളരെയേറെ കാണുന്നുണ്ട്. അത് നമ്മുടെ ആഹാര പ്രക്രിയയുടെ കാര്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജനിതകമായ ഒരു പ്രക്രിയയുടെ കാര്യം കൊണ്ടാവാം. പാരമ്പര്യമായിട്ട് ഈ രോഗത്ത് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് നമ്മൾ കാണുന്നത്. ഇത് ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. നാളെ നിങ്ങൾ പോയി പറയും ഓർത്തഡോക്സുകാർക്കല്ലേ ഈ രോഗം വരും, അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച്, ഈ കാലയളവിൽ ജീവിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് തങ്ങളുടെ കുടുംബത്തിൻ്റെയും ജനിതകപരമായ പ്രത്യേകതകൾ കൊണ്ട് വളരെയേറെ കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തെയും ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ, ഇന്ത്യയിലെ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ തലസ്ഥാനമെന്ന് കേരളത്തെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെയാണ് ക്യാപിറ്റലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലെ തലസ്ഥാനമായിട്ട് വെച്ചിരിക്കുമ്പം ഈ രോഗത്തിൻ്റെയും ഒരു തലസ്ഥാനമായിട്ട്, പല രോഗങ്ങളുടെയും തലസ്ഥാനമായിട്ടും തിരുവനന്തപുരം തന്നെയാണ് നിൽക്കുന്നത്. ഇത് നമ്മളുടെ ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമോ നമ്മുടെ വിശ്വാസമോ ഒന്നുമല്ല, നമ്മുടെ ജനിതകമായ ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ആഹാര രീതികൾ അതിൽ വളരെയേറെ ശ്രദ്ധയുണ്ട്. ഒപ്പം ഇത് ഞാൻ ചർച്ച ചെയ്ത വ്യായാമം, അതുകൊണ്ടാണ് വ്യായാമത്തിൽ നിന്ന് തുടങ്ങിയത്. വ്യായാമത്തിൻ്റെ അഭാവം, ശ്രദ്ധ ചെലുത്താതെയുള്ള പ്രക്രിയ, ഇതെല്ലാം നമ്മളെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുന്നു. ഒപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഉപ്പ് നന്നായിട്ട് കഴിക്കുന്നവരാണ്. ഉപ്പ് കുറയ്ക്കേണ്ടതുണ്ട്. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഉപ്പില്ലാത്ത ഒരു കാര്യവുമില്ല. ഉപ്പില്ലാത്ത ഒരു കറിയില്ല, ഒരു കൂട്ടാനില്ല, ഒരു കാരണവുമില്ല. വേണമെങ്കിൽ ചോറിലും നമ്മൾ ഉപ്പൊഴിച്ച്, കഞ്ഞിയിൽ ഉപ്പൊഴിച്ച് കുടിക്കുന്ന പോലെ വിട്ടുകളയും. ഇപ്പോൾ ഉപ്പ് കുറച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം, ഉപ്പ് അമിതമാവും തോറും ദിവസേന ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് പ്രഷർ കൂടുതലായി വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ശ്രദ്ധിക്കപ്പെടുകയുമില്ല. രോഗം വന്ന് സ്ട്രോക്കൊക്കെ വന്നു കഴിയുമ്പം, പക്ഷാഘാതമോ മറ്റെന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പ്രഷർ തിരിച്ചറിയുന്നത് പോലും. അതുപോലെ തന്നെയാണ് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, അല്ലേ മാംസാഹാരം, അതുപോലെ കാൽഷ്യം, അയൺ, ഇതെല്ലാം സ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അല്ലേ പഠിക്കുന്നുണ്ടാവും. കാൽഷ്യം എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്, അതുപോലെ അയൺ, ഇത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്ന വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ധാതു ലവണങ്ങളാണെങ്കിലും ഇവയെ സംബന്ധിച്ച് ഇതില്ല എങ്കിൽ രോഗങ്ങളുണ്ടാവും. അയണിൻ്റെ കുറവ്, രക്തത്തിലെ വിളർച്ച, അനീമിയ, അതുപോലെ തന്നെ കാൽഷ്യം ഇല്ലെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ ബാധിക്കുകയും ഇത് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് എല്ലുകളും പല്ലുകളും നഷ്ടപ്പെടാനും ഒടിയാനും അത് പ്രവർത്തനക്ഷമം അല്ലാതാവാനുമുള്ള കാരണമുണ്ട്. ഒപ്പം നമ്മളെല്ലാം മറന്നു പോകുന്ന ഒരു പ്രധാന കാര്യം, ആവശ്യത്തിന് ജലാംശം നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ക്ഷീണം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്ന ഡീഹൈഡ്രേഷൻ എന്ന അവസ്ഥയാണ്.
ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് ശരീരത്തിലെ ജലാംശം കുറയുകയും നമുക്ക് ആവശ്യത്തിനുള്ള ജലം കിട്ടാതെ വരുമ്പോൾ നമുക്ക് ക്ഷീണം വരും. അത് നമുക്കത് ഒരു ഉറക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മന്ദതയിലേക്ക് കൊണ്ടുപോകാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആവശ്യത്തിലധികം വെള്ളം കുടിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരാൾ നല്ല രീതിയിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരു ദിവസം 30 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ്. നിങ്ങൾ കുടിക്കുന്ന എല്ലാ ലിക്വിഡുകളും എല്ലാ ദ്രാവകങ്ങളും കൂട്ടി 30 ഗ്ലാസ് വരുമോ എന്ന് നിങ്ങൾ നോക്കുക. ഇതുകൊണ്ട് 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പായിട്ട് പോകുന്ന നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ തന്നെ ഫാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സാമാന്യം വേർക്കുന്നുണ്ട്. ഈ വേർപ്പ് ആയി പോകുന്ന ജലാംശം നമ്മൾ തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയും. പക്ഷേ ദാഹം അതിനൊരു ലക്ഷണമാണ്. ദാഹം ഉണ്ടാവുമ്പോൾ വെള്ളം കുടിക്കണം. 30 ഗ്ലാസ് കുടിച്ചില്ല എങ്കിലും 20 ഗ്ലാസ് എങ്കിലും ഒരു ദിവസം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കണം. പ്രത്യേകിച്ച് ജലാംശം കുറയുന്നത് കൊണ്ട് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ 5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം ധാരാളം കുടിക്കുകയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സന്തോഷത്തെയും നേരിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ശരീരത്തിലെ ജലാംശം എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ കുടിക്കാൻ ശ്രമിക്കണം. ഈ ഒന്നിന് പകരം ഒന്ന്. കാരണം എല്ലാവരും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും, നമ്മൾ ധാരാളം കുടിക്കുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം കുടിക്കും? നമ്മൾ സോഡ കുടിക്കും, അല്ലെങ്കിൽ എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കും. അപ്പോൾ അവിടെയാണ് എന്താണ് കുടിക്കരുത് അല്ലെങ്കിൽ എന്തൊഴിവാക്കണം എന്നൊരു സന്ദേശം ഉള്ളത്. ഈ എയറേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് കലർത്തിയ സോഡ അതുപോലത്തെ ഒത്തിരി ഡ്രിങ്ക്സ് ഉണ്ട്. വെറും ഗ്ലൂക്കോസും കളറും ഗ്യാസുമായിട്ട് വരുന്ന കുപ്പികൾക്കടുത്ത് അടക്കി വെച്ച് നമ്മൾക്ക് വാങ്ങിക്കുകയും എന്നാൽ നല്ല വില കൊടുക്കേണ്ടി വരുന്ന ഡ്രിങ്ക്സ് ഉണ്ട്. ഞാൻ എൻ്റെ പേരുകളെടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം ഒരു പേരുകൾ മുഴുവൻ ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഏതാണ് ഈ നമുക്ക് ഇഷ്ടമാണത് കുടിക്കാൻ. അതൊരു താൽക്കാലികമായ സന്തോഷവും സംതൃപ്തിയും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഒന്നുമേ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പകരം വെള്ളമോ അല്ലെങ്കിൽ പാലോ കുടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി ഇതുപോലെ കുറച്ച് പേര് വിശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുത്തി ക്ലാസ് എടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ആരോഗ്യം വേണമെങ്കിൽ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുകയും നിങ്ങൾക്ക് 2 കൈയും നിവർത്തി തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തടിക്കാനുള്ള ഒരു സ്പേസ് വിട്ടുകൊണ്ട് കൈകാലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും. പക്ഷേ ഇതിൻ്റെ പേര് പുറത്ത് വിടാനും പാടില്ല, പിന്നെ ഇവർ തിരിച്ചു വരത്തില്ല. അപ്പം പലരും ദുഃഖത്തോടെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. കൈകാലുകളൊന്നും എടുത്ത് പൊക്കാമോ? മറ്റുള്ളവരെ അടിക്കാതെ കൈകളൊന്ന് പൊക്കി. കുറച്ചു പേർക്ക് ഒരു കൈയേ കാണുന്നുള്ളൂ. എത്ര പേര് വേണം? ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ അവിടെ തന്നെ കുടിക്കാൻ കൊടുക്കുന്നതാണ്. ഇത് ഇവർ ഇപ്പം കുടിക്കാതിരിക്കത്തില്ലേ? ഇല്ല, പുറത്ത് പോയാൽ പിന്നെ പാടാണ്. നമ്മുടെ അപ്പം നിങ്ങൾക്ക് പുറത്ത് പോയി വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. കുടിക്കാം, എനിക്ക് സന്തോഷമാണ്. ഞാൻ ആഹാരം കഴിക്കുന്നതിനെ പറ്റി പറയുകയും ചെയ്യുന്നു. ഇവിടെ അടുത്ത് കുടിച്ചാട്ടെ. അതെ, ഇങ്ങനെങ്കിലും ഒരു കയ്യടി തന്നതിന് സന്തോഷം. എല്ലാവരും കുടിച്ചിട്ട് വന്നാൽ മതി. കാരണം കുടിക്കാതെ ഇതിനെ പറ്റിയൊക്കെ പറയുന്നതിന് വലിയ കാര്യമില്ല. ചെന്ന പോലെ ദൂരേക്ക് പോകരുത്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ളത്. കുടിച്ചിട്ട് അപ്പം തന്നെ ഇതിനകത്തേക്ക് കടന്നിരിക്കണം. ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. 2 കൗണ്ടറുണ്ട്. 2 കൗണ്ടറിൽ നിന്ന് അവിടെ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുക. കുടിച്ച് ഉടനെ തന്നെ നേരെ ഇതിനകത്തേക്ക് കയറി പോവുക. വേറെ എങ്ങും പോകരുത്. ഈ പരിസരത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിങ്ങൾക്ക് അനുവാദമില്ല. കുറെ ഓടി നടക്കാൻ
എല്ലാം കയറിയിരിക്കുക. നമ്മുടെ സെഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. വേഗം എല്ലാവരും കയറിയിരിക്കുക. ക്ലാസ്സുകൾ തുടരുകയാണ്. എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് അച്ഛൻ പറയായിരുന്നു, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് 30 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ അബദ്ധമായി. ഇപ്പം അവിടെ 30 തികയാതെ ഇങ്ങോട്ട് അകത്ത് കയറുന്നില്ല. ഞാനതുകൊണ്ട് എൻ്റെ ഇത് വാശി കുറച്ചു. 20 കുടിച്ചാൽ മതി. 20എങ്കിലും കുടിച്ചാൽ മതി. അവരെയൊക്കെ തിരിച്ചു വിളിക്കും നിങ്ങൾ. ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. കാരണം നമ്മൾ ഈ രോഗങ്ങളെ പറ്റി പറയുമ്പം സാംക്രമിക രോഗങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് ചുമയും പനിയും ഉണ്ടെങ്കിൽ അത് വായുവിലൂടെ പകരുന്ന രോഗാണുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടിയിരിക്കും. എല്ലാവർക്കും കിട്ടണം എന്നില്ല, അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ കൂടെ ബാധിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നില്ല. പക്ഷേ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങളെ പറ്റിയും നിങ്ങൾക്കറിയാം. അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം, ഈ അമിതവണ്ണം. ഈ നിങ്ങളോട് ആദ്യം സംസാരിക്കേണ്ട ഒരു കാര്യമായിരുന്നു അമിതവണ്ണത്തെ പറ്റി. കാരണം നിങ്ങൾ പലരും അമിതവണ്ണത്തെ പറ്റിയാണ് ഓർത്ത് വിഷമിക്കേണ്ടത് അല്ലെങ്കിൽ വിഷമിക്കുന്നത്. അതിന് കാരണം നമ്മുടെ ആഹാരക്രമമാണ്, വ്യായാമം ഇല്ലാത്തതാണ്. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളുമാണ് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം ഉണ്ടാവാൻ കാരണം. ചെറുപ്പത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ വ്യായാമം ചെയ്യാതിരിക്കുന്നത്, കളിക്കാതിരിക്കുന്നത്. രണ്ടാമത് ആഹാരം, ചില ആഹാരങ്ങൾ മാത്രം കഴിക്കുന്നത്, സമീകൃത ആഹാരം കഴിക്കാതിരിക്കുന്നത്, അമിതമായി ആഹാരം കഴിക്കുന്നത്. ഇതെല്ലാം തന്നെ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന ഒരു രോഗം. ഇതൊരു രോഗാവസ്ഥയാണോ എന്ന് നിങ്ങൾ ചോദിക്കും. ഇതൊരു രോഗാവസ്ഥയാണ്. ഒബീസിറ്റി നമ്മുടെ പിന്നീട്, ഇപ്പം നിങ്ങൾക്ക് അതറിയത്തില്ല, ഇന്ന് ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരു യാഥാർത്ഥ്യമാവാൻ പോകുന്നത് ചിലപ്പോൾ 20 വർഷത്തിന് ശേഷമോ 30 വർഷത്തിന് ശേഷമോ ആയിരിക്കും. ഇന്നത്തെ അമിതവണ്ണം ഭാവിയിൽ നിങ്ങളെ ഒരു ഡയബറ്റീസ് രോഗിയാക്കും. പ്രഷർ കൂടിക്കൊണ്ട് രക്താതിസമ്മർദ്ദം വന്നുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കും. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായാലും, അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട് പിന്നീട് ദീർഘകാലം കിടക്കേണ്ടി വരും, സ്ട്രോക്ക് വന്നിട്ട്. ഇതെല്ലാം തുടങ്ങുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം അമിതവണ്ണമാണ്. ഏതാണ്ട് ഞാൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു അവർ വിദ്യാർത്ഥികളായിരുന്ന കാലയളവിൽ 100-ൽ ഒരാൾക്ക് പോലും അമിതവണ്ണം ഇല്ലായിരുന്ന സമൂഹങ്ങളായിരുന്നു നമ്മുടേത്. ഏറിയാൽ 1-2 പേർ അമിതവണ്ണം. ഇന്ന് 100-ൽ എത്ര പേരാണ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാം, ഞാൻ കണക്ക് തരുന്നില്ല. പക്ഷേ 50%-ലധികമാണ് അമിതവണ്ണം ഉള്ളവരുടെ കണക്ക്. ശാസ്ത്രീയമായി പറയുമ്പോൾ വണ്ണം കൂടുതലാണ്. അതിന് കാരണം വ്യായാമമില്ലായ്മ, അതുപോലെ തന്നെ യാതൊരു രീതിയിലും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ആഹാരക്രമം. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ ഇവയെല്ലാം നമുക്ക് തരുന്ന അനാരോഗ്യം വളരെയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ രോഗങ്ങളെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ ആൾക്കാർ ദീർഘകാലം ഈ രോഗങ്ങൾ വന്ന് കിടന്ന് മരണപ്പെടുന്നതോ ഇതുപോലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ദീർഘകാലം അഡ്മിറ്റ് ചെയ്യുന്നതോ ഒന്നും കേട്ടിരുന്നില്ല. ഇന്ന് തിരിച്ചാണ്. ഈ രോഗമുള്ളവർ കൂടുതൽ സമയം ആശുപത്രിയിലും വളരെ കുറച്ച് സമയം മാത്രമേ സമൂഹത്തിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഒന്നുകിൽ അവർ ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുകയാണ്. ഒരു ഡയബറ്റീസ് രോഗി മിനിമം 5 ഗുളിക ഒരു ദിവസം കഴിക്കേണ്ടതുണ്ട്, മിനിമം, പ്രോപ്പറായിട്ട് ചികിത്സിക്കപ്പെടുകയാണെങ്കിൽ. അതുപോലെ തന്നെ പ്രഷറുള്ള ആൾ, ഇത് രണ്ടും കൂടെ ഉള്ള ആൾ 8 മുതൽ 10 വരെ ഗുളിക കഴിക്കേണ്ടി വരും. രക്താതിസമ്മർദ്ദവും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥയും ഡയബറ്റീസും എല്ലാം ഒരാളിനെ സംബന്ധിച്ച് അയാൾ ഇന്ന് ആരോഗ്യം നിലനിർത്തുന്നത്, ജീവൻ നിലനിർത്തുന്നത് ഏതാണ്ട് 10ഓളം ഗുളികകൾ ഒരു ദിവസം കഴിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം ഇന്ന് രോഗാതുരമായ രോഗികളുടെ ഒരു സമൂഹമായി മാറിയിട്ടുണ്ട്. ആ രോഗമില്ലാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഈ കാലയളവിൽ ഇവയെപ്പറ്റി അറിയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ അധ്യാപകരോട്,
പറഞ്ഞു കൊടുക്കേണ്ടത്, സഹപാഠികളോട് പറയേണ്ടത് നിങ്ങളുടെ കടമയാണ്. അമിതവണ്ണമുള്ള ഒരാൾ പോലും മധുബഹായിൽ കയറുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നിങ്ങളെ കണ്ട് ഇതാണ് മോഡലെന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോൾ അമിതവണ്ണം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം, അമിതവണ്ണം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കണം. അതിലൂടെ നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ദീർഘകാലം നിലനിർത്താൻ കഴിയും. മാനസിക ആരോഗ്യത്തെപ്പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനം ആവശ്യത്തിന് ഉറക്കം കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്ന ആരെയും വിളിച്ചുണർത്താത്തത്. കാരണം മിനിമം 8 മണിക്കൂർ ഉറക്കം വേണം. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ 8 മണിക്കൂർ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങിയതിന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ശരാശരി 8 മണിക്കൂർ ഉറങ്ങണം. 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതിന് കുറവുള്ള ആളിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഉറക്കം കുറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. ഉറക്കം കൂടുന്നത് രണ്ടായിരുന്നാലും കുഴപ്പം, പക്ഷെ മിനിമം 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം. നമ്മളുടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ഇതിൽ പറയുന്നെങ്കിലും മാനസിക ആരോഗ്യം എന്ന് പറയുമ്പം നമ്മുടെ ഒരു മാനസിക അവസ്ഥ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ള, സന്തോഷത്തോടുകൂടി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽ നമ്മളുടെ ദൈനംദിന സ്ട്രെസ്സിനെ പറ്റി അധികം ഞാനിവിടെ പറയേണ്ടതില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രായത്തിന് ഉതകുന്ന നല്ല സ്ട്രെസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. പല രീതിയിലായിരുന്നാലും, പരീക്ഷയുടെ കാര്യത്തിലായിരുന്നാലും, പഠിക്കുന്ന കാര്യത്തിൽ. പിന്നെ ഇന്നത്തെ സെഷൻസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ആദ്യം പിന്നെ ബിജുവിൻ്റെ ക്ലാസ്സിലൂടെ, കാരണം മധുബഹയിൽ നിന്നും നേരെ ചൊവ്വേ ഒരു ശുശ്രൂഷകനാവണേ തന്നെ നല്ല സ്ട്രെസ്സുണ്ട്. വെറുതെ നിൽക്കാൻ പറ്റില്ല, സ്ട്രെസ് ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അവിടെ ഈ നമ്മുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ നല്ല സ്ട്രെസ്സോടുകൂടി ആയിരിക്കും നിൽക്കേണ്ടി വരിക. കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ടൈമിങ് വളരെ പ്രധാനമാണ്. മൈക്കിനോട് വളരെ ബഹുമാനത്തോടെ പെരുമാറണം. തൂവക്കുറ്റിയോട് അതിനേക്കാൾ ബഹുമാനത്തോടെ പെരുമാറണം. അപ്പോൾ നല്ല സ്ട്രെസ്സുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്ക് അവരുടെ പ്രായത്തിൽ സ്ട്രെസ്സുണ്ട്. അതെങ്ങനെ കുറയ്ക്കാം? അതിന് കുറയ്ക്കാൻ ഏക മാർഗം റിഹേഴ്സ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരു നാടകമോ ഒരു പാട്ടോ പാടി പരിശീലിക്കാൻ നമ്മൾ പലതവണ പരിശീലിക്കുന്നത് പോലെ, ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന ആൾ എത്ര തവണ പരിശീലിക്കുന്ന പോലെ, കോച്ചിങ് ട്രെയിനിങ് എന്ന് പറയുന്നതിന് ഞാൻ റിഹേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം പലതവണ ചെയ്തു നോക്കുക. കൂട്ടായിട്ടും ഒരുമിച്ചും ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ അത് പറയുകയുണ്ടായി, ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്യാനും അതൊന്ന് മനസ്സിലും അതുപോലെ തന്നെ ഭൗതികമായിട്ടും റിഹേഴ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പെർഫോമൻസ് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഒരു കുർബാന ഒരു പെർഫോമൻസാണ്. അഭിവന്യ യശരീനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നാടക സംഘാംഗങ്ങളുടെ ഒരു ട്രെയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞ ആദ്യ കാര്യം ഇതായിരുന്നു: ഞാൻ നിങ്ങളെപ്പോലെ പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. ഒരു പെർഫോമൻസാണത്, ദൈവത്തിൻ്റെ മുമ്പിലുള്ള പെർഫോമൻസാണ്. ഏറ്റവും കുറ്റമറ്റതായിട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. പഠിച്ചാലും, പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നത്, ജോലി ചെയ്യുന്ന ആളാണ് ജോലി ചെയ്യുന്നു. ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ രംഗത്ത് ഒരു ഡോക്ടറായാലും നഴ്സായിരുന്നാലും ഒരു അറ്റൻഡർ ആയിരുന്നാലും ഒരു എക്സ്റേ ടെക്നീഷ്യൻ ആയിരുന്നാലും അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു മിഷനുണ്ട്. ഒരു രോഗിയുടെ ആരോഗ്യം നിലനിർത്താൻ അല്ലെങ്കിൽ രോഗം മാറ്റിയെടുക്കാനുള്ള ഒരു വലിയൊരു മിഷൻ്റെ ഭാഗം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ചെയ്യുന്ന കാര്യം ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊരു പെർഫോമൻസാണ്. അവിടെ ഏറ്റവും നല്ല പരിശീലനം ആവശ്യമുണ്ട്. പരിശീലനമുണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാൻ കഴിയും. മിക്കപ്പോഴും നിങ്ങൾക്കും അറിയാം, പഠിച്ചിട്ട് പോകുന്ന പരീക്ഷ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ എഴുതാൻ കഴിയും. നമ്മുടെ അതിന് അവസരത്തിന് പ്രിപ്പയർഡ് അല്ല എങ്കിൽ, പരിശീലിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നിരാശ കാണും, വിഷമം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഈ പ്രായത്തിൽ എക്കാലത്തെയും എപ്പോഴത്തെയും കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നന്നായിട്ട് പരിശീലനം
നേടണം. നിരന്തരം മനസ്സിൽ അത് റിഹേഴ്സ് ചെയ്യുക, അത് ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് സഹായിക്കും. ഒപ്പം ഒരു ഉദാഹരണം കൂടി ബഹുമാനപ്പെട്ട തിരുമേനി അന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ആ പെർഫോം ചെയ്യുമ്പോൾ, ഒരു കുർബാനയിൽ നിങ്ങൾ ശുശ്രൂഷകനായി നിൽക്കുമ്പോൾ ആ എൻഡ് റിസൾട്ട് നിങ്ങൾ മനസ്സിൽ കാണാൻ ശ്രമിക്കണം. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ പാസ്സായി, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ള ഒരു സീൻ നമ്മുടെ മനസ്സിൽ വന്നാൽ അത് നമ്മളെ സ്ട്രെസ് വളരെയേറെ കുറയ്ക്കും. ഇവിടെ ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു നിമിഷം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈ ക്യാമ്പിൽ കൂടുതൽ ശ്രദ്ധിക്കാനും കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും. എപ്പോഴും എൻഡ് റിസൾട്ട്, ഏതാണോ നമ്മുടെ ലക്ഷ്യം, എന്താണോ നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾക്കൊരു നല്ല ശുശ്രൂഷകനായി ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും കാർമ്മികത്തിന് സഹായിയാവുകയും അതിലൂടെ നമ്മുടെ സമൂഹത്തെ, സഭാ സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ കൂടി വേറൊരു തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്നു എന്നുള്ള ആ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങളുടെ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നന്നായിരിക്കും. ഇത് അനുഭവ പാഠം തന്നെയാണ്. ഏതൊരു അധ്യാപകനും താൻ പറയുന്ന കാര്യം തൻ്റെ വിദ്യാർത്ഥി മനസ്സിലാക്കുന്നു എന്നറിയുന്നത് പരീക്ഷയ്ക്ക് പേപ്പറിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുമ്പോഴോ ആണ്. ഇതുപോലെ ഒരു റിസൾട്ടാണ് നമ്മളും മനസ്സിൽ കാണേണ്ടത്, നിങ്ങളും കാണേണ്ടത്. അപ്പോൾ നമ്മുടെ എൻഡ് റിസൾട്ട്, നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നിരിക്കുന്നത്, ഈ വളരെ ഒരു ഏറ്റവും വളരെ ഉപകാരപ്രദമായ ഒരു പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഞാൻ പറയും. കാരണം പണ്ടൊന്നും ഇങ്ങനത്തെ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിവില്ല. ഉണ്ടായിരുന്നോ വെച്ചാൽ പണ്ടും ഇങ്ങനെ ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരുന്നോ? കാരണം ഈ ഫോർമലായിട്ടുള്ള ട്രെയിനിങ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പർപ്പസ് അറിഞ്ഞുകൂടെങ്കിലും തീർച്ചയായിട്ടും ഈ ട്രെയിനിങ്ങുകൾ ഇനി നിങ്ങൾ മതബഹായിൽ കയറുമ്പോൾ, നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ്. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ആ ചിത്രം മനസ്സിൽ കാണുക, നല്ല പരിശീലനം നേടി ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി പോയി നല്ലൊരു ശുശ്രൂഷകനാകുന്നത് ചിത്രം നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ തീർച്ചയായിട്ടും ഈ ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ഫലപ്രദമാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യവും. നമ്മൾ ഏത് കാര്യമായിരുന്നാൽ അത് ചെയ്യാൻ പോകുന്നത് നല്ലൊരു റിസൾട്ടിലേക്ക് വരുമെന്നും ആ റിസൾട്ട് നമുക്ക് അതിൻ്റെ ഒരു ചിത്രം നമുക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയും. പിന്നെ നമ്മൾ എടുക്കുന്ന ഒന്നും സ്ട്രെസ്സല്ല, നമ്മുടെ റിസൾട്ടിലേക്ക്. ഒരാൾ ഓട്ടം ഓടുമ്പോൾ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് പോകാനുള്ള ആ ഓട്ടത്തിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ വരുന്ന സ്ട്രെസ് ഒന്നും ടെൻഷനോ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. പക്ഷേ സ്ട്രെസ്സും ടെൻഷനും ഒരു യാഥാർത്ഥ്യമാണ്. അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് BP കൂടാൻ ഇടയാക്കും. ആൾക്കാർ കുഴഞ്ഞു വീഴാനും അല്ലെങ്കിൽ അവർക്ക് രോഗം ഉണ്ടാവാനും സ്ട്രെസ്സ് വലിയ കാരണക്കാരനാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞു നല്ല റിസൾട്ട് നമ്മൾ കാണണമെന്ന്. അത് തന്നെയാണ് പോസിറ്റീവ് തിങ്കിങ്. ഇത് ഞാൻ ഇവിടെ പലരും ഇതിനകത്ത് പറഞ്ഞിരിക്കും. കാരണം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ ഒരു തിങ്കിങ്ങാണ് വേണ്ടത്. കാരണം ശമൂവേൽ ബാലനെ പറ്റിയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ശുശ്രൂഷകനെ ഓമിച്ചിരുന്നത്. ശമൂവേൽ ബാലൻ. ആ ശമൂവേൽ ബാലൻ തൻ്റെ ഇവിടുത്തെ നമ്മുടെ കീ മെസ്സേജും അത് തന്നെയാണ്. ആലയത്തിൽ വസിക്കാൻ വന്നു, അവിടെ ശുശ്രൂഷകനായി. പക്ഷെ പിന്നീട് ശമൂവേൽ എവിടെ എത്തി? ശമൂവേൽ പ്രവാചകനായി. ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവിനെ കണ്ടെത്തി, ആ രാജാവിനെ നിലനിർത്തി. രണ്ടാമത്തെ രാജാവിനെ കണ്ടെത്തി, ആ രാജാവിനെയും നിലനിർത്തിയിട്ടാണ് ശമൂവേൽ പ്രവാചകൻ്റെ ഒരു വലിയ മിഷൻ തീരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശമൂവേൽ ബാലന്മാരാണ്. ആ കാര്യത്തിൽ ഈ ശുശ്രൂഷ കൊണ്ട് നിങ്ങളുടെ ദൗത്യം അവസാനിക്കുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ആരോഗ്യ മെസ്സേജസ് പോലും നിങ്ങളിലൂടെ നിങ്ങളുടെ സഭയിലുള്ള മറ്റ് വിദ്യാർത്ഥികളും മറ്റുള്ളവരും അറിയണം. നിങ്ങളിലൂടെ ആ ഇടവകയിലുള്ളവരറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നടത്തത്തിലൂടെ, നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, നിങ്ങളുടെ തന്നെ ആരോഗ്യ പരിപാലനത്തിലൂടെ. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനപ്പുറത്ത് നമുക്ക് ദൈവം ഒരു വലിയ റിസൾട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ്. ഏത് ദുർഘട കാര്യങ്ങളിലും
എത്ര പ്രളയമുണ്ടായിരുന്നാലും, എത്രമേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കും. വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും നമ്മുടെ മധ്യതിരുവിതാംകൂറിലുള്ള മെഡിക്കൽ കോളേജുകളായ കോന്നി, ഇടുക്കി മെഡിക്കൽ കോളേജുകളിലെല്ലാം അത് സ്റ്റാർട്ട് ചെയ്യാവുന്നത്, അത് നിലനിർത്താനും വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ കാലയളവിലാണ് അവിടെ തുടങ്ങാനും. ഇപ്പോൾ അവിടെ 3-ാം വർഷമാകുന്നു. 300 വിദ്യാർത്ഥികൾ വീതം പഠിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. അത് ഞാനതിനെ കാണുന്ന വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയപ്പോഴും സാമ്പത്തിക പരാധീനം ഉള്ളപ്പോഴും ഞാൻ മുന്നിൽ കാണുന്നത് 300 പേര് കൂടി ഏറ്റവും കുറഞ്ഞ ചെലവിൽ, അതും മിടുക്കരായ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള അവസരം ഒരുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പം ആ തിങ്കിങ്, അതാണ് പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്നത്. എന്തായിരിക്കും നമ്മുടെ എൻഡ് റിസൾട്ട്, എവിടെയാണ് നമ്മൾ എത്താൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്നതിനപ്പുറത്ത് നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ടല്ലോ. അവിടെ എത്താനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും, ആ ദിവസങ്ങളെല്ലാം ആരോഗ്യപൂർണ്ണമാക്കാനുള്ള ചിന്തകളാണ്. ഒപ്പം ഈ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നന്ദിയുള്ളവരാകുക എന്നുള്ളത്. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ നമ്മളെ നന്ദിയുള്ളവരാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. നമുക്ക് കിട്ടുന്ന അവസരം, നമ്മൾക്ക് കിട്ടുന്ന എല്ലാ റിസോഴ്സസ്, അതിന് നന്ദിയുള്ളവരാകുകയും അതിന് കാരണക്കാരായുള്ളവരോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇത് ഞാൻ ഇതിൽ പറഞ്ഞു പോയപ്പോൾ പല നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി എല്ലാം പറഞ്ഞു. നിങ്ങൾ സാമൂഹിക ആരോഗ്യത്തെപ്പറ്റി പറയുമ്പം നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതും, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, നിങ്ങളെ ഉറ്റുനോക്കുന്ന സമൂഹം, നിങ്ങൾ നിലനിർത്തുന്ന സമൂഹം, ഇവരെല്ലാം തന്നെ സാമൂഹികമായ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നവരാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അധ്യാപകർ, അങ്ങനെ അടങ്ങുന്ന സഹവിശ്വാസികൾ, നമ്മുടെ സഭയിലെ നേതൃത്വം, എല്ലാവരും നമ്മുടെ ആ സാമൂഹികമായ നമ്മുടെ ആരോഗ്യത്തിന് നമ്മളെ സഹായിക്കുന്നവരാണ്. ഇതൊരു പരസ്പരം കൊടുക്കൽ വാങ്ങലാണ്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് തിരിച്ച് നമ്മൾക്ക് അവരോടും അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യണം. അത് നമ്മളെ നല്ലൊരു ലെവലിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇനിയിപ്പം നമ്മുടെ വേറെ ചില പ്രശ്നങ്ങളിപ്പോൾ ഉണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ യുവജനങ്ങളെ, എല്ലാ തലമുറയിലെ എല്ലാവരെയും തന്നെ പ്രായഭേദമന്യേ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന അഡിക്ഷൻസ് എന്ന് പറയുന്ന നമുക്ക് അഡിക്ഷൻ. എന്താ മോനെ അഡിക്ഷൻ? കേട്ടിട്ടുണ്ടോ അഡിക്ഷൻ എന്നൊരു വാക്ക്? അഡിക്ഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുള്ളവരാരുണ്ട്? ഒന്ന് പറയാമോ എൻ്റെ മലയാളം? അല്ലെങ്കിൽ എന്താ അഡിക്ഷൻ എന്നൊന്ന് പറഞ്ഞാൽ മതി. ലഹരി എന്നാണ് പറയുന്നത്. അഡിക്ഷൻ ലഹരിയാണോ? ഈ ലഹരിയും അഡിക്ഷനും ഒന്നാണോ? അപ്പോൾ എന്താ വ്യത്യാസം? ലഹരി അഡിക്ഷൻ ഉണ്ടാക്കും, അഡിക്ഷൻ ലഹരി ഉണ്ടാക്കുമോ? അപ്പോൾ അഡിക്ഷൻ്റെ മലയാളം ആസക്തി ആണോ? അങ്ങനെയാണോ പറഞ്ഞേ? ആസക്തി. ഒരു കാര്യം ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും വേണമെന്ന് ഉപയോഗിക്കാനുള്ള ശ്രദ്ധ. ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലേ? ഇതിനെപ്പറ്റി പ്രാക്ടിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കിയാൽ മതി. കാരണം അത്രമാത്രം വ്യാപകമായി ഇന്ന് നമ്മുടെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു. നിങ്ങളെയെല്ലാം സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ലഹരിയും അതിൻ്റെ ആസക്തിയെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ലഹരി വിമുക്ത ക്ലാസ്സായിട്ട് ഇതിനെ മാറ്റണമെന്ന് എനിക്കില്ല. എങ്കിൽ പോലും നമ്മുടെ ആരോഗ്യത്തിനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാവുന്ന ഒരു മേഖല ഇപ്പോൾ ഇതാണ്. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ സഹപാഠികളുടെ, ഒപ്പം സഹോദരങ്ങളുടെ. എന്തുകൊണ്ടാണിത് തുടങ്ങുന്നതെന്നും ഈ ആസക്തിയിലേക്ക് വരുന്നതെന്നും ഡ്രഗ്സിൻ്റെ ഉപയോഗം പറയാതെ പോകുന്നത് ശരിയല്ല. പലരും എന്നോട് പറയാറുണ്ട് ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ തോന്നും എന്നാണ്. ഈ ക്ലാസ്സിന് ശേഷം നിങ്ങളെല്ലാവരും കൂടെ പോയി ഇത് ഉപയോഗിച്ച് എന്നെ വിഷമത്തിലാക്കരുത്. ഇത് ക്യൂരിയോസിറ്റി, അതാണ് ഒന്നാമത്തെ കാര്യം. ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ,
സമൂഹത്തിനോട് തന്നെയുള്ള വെല്ലുവിളി അല്ലെങ്കിൽ വെല്ലുവിളിക്കാനുള്ള ഒരു മനോഭാവം, സുഹൃത്തുക്കളുടെ ശക്തമായ ഇടപെടൽ, നമ്മളുടെ മേലുള്ള സമ്മർദ്ദം, ഇതൊന്നും ഇന്നത്തെ കാലത്ത് മാറ്റിവെക്കാവുന്നതല്ല. ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ വശംവദരാവുന്നത് നമ്മുടെ സഹപാഠികളുടെ, നമ്മുടെ സമപ്രായക്കാരുടെ ഇടപെടലുകളാണ്. ബാക്കിയെല്ലാം പിന്നെ നിവൃത്തികേട് കൊണ്ട് കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് ഇതൊക്കെ തുടങ്ങുന്നു, ഇതൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളതിന് കാരണങ്ങൾ പലതാണ്. നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ലഭിക്കാൻ, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ കാരണം ഒക്കെ തന്നെ ഇതിലേക്ക് വരാം നമുക്ക്. അതോടൊപ്പം തന്നെ രോഗം ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും നമുക്കറിയാതെ പോകുന്ന വിഷാദ രോഗം, സ്ഥായിയായ വിഷാദഭാവം ഇതിലേക്ക് കൊണ്ടുവരാനൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ഏകാന്തത, ലോൺലിനെസ്, പിന്നെ എപ്പോഴും സിക്കാണെന്ന് തോന്നൽ, നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ. ഈ പ്രായത്തിൽ, നമ്മുടെ പ്രായത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ കുറേയെങ്കിലും നമ്മൾ ഏകരാണ്, ലോൺലി ആണെന്ന് തോന്നും. കൺഫ്യൂഷൻ നമ്മുടെ ഒരു കൂടപ്പിറപ്പാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ലഹരിയുടെ ഉപയോഗത്തിലേക്കും അതുമൂലം ഉണ്ടാകുന്ന ആസക്തിയിലേക്കും വഴിതെളിക്കും എന്ന് വളരെ ലളിതമായി പറയുന്നു. പലവിധമായ ഡ്രഗ്സ് അവൈലബിൾ ആണ്. ഡ്രഗ്സിനെ പറ്റി അറിയേണ്ടത് പ്രാധാന്യമുള്ളതാണ്. ഇത് പഠിക്കാതെ തന്നെ ഇപ്പോൾ എല്ലാവരും പരസ്പരം പറഞ്ഞ് അറിയുന്നുണ്ട്. ആൾക്കാർക്ക് അറിയാം. പരീക്ഷയ്ക്കൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 100-ൽ 100 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ശാസ്ത്രീയമായി ഇതിനെപ്പറ്റി അറിയേണ്ടത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ചും മാധ്യമങ്ങളിൽ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കാര്യങ്ങളെ പറ്റിയാണ്. ഓരോ ദിവസവും പിടിക്കുന്ന 1/2 ഗ്രാം ഇത് പിടിച്ചു, 1.5 കിലോ അത് പിടിച്ചു എന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് 1/2 ഗ്രാമോ 1.5 കിലോയോ ഒക്കെ വരുന്നത് എന്നുള്ളത് വ്യത്യാസം ഇതുകൊണ്ടാണ്. പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, സിന്തറ്റിക്കായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉള്ള ഡ്രഗ്സ് നമുക്കുണ്ട്. ഇവയെല്ലാം തന്നെ ഇന്ന് കേരളത്തിലും എല്ലായിടത്തും ലോകത്തെവിടെയും അവൈലബിളാണ്. അത് ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ വരെ എത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. നിങ്ങൾ ആരും തന്നെ ഇത് ക്യാമ്പസുകളിൽ എത്തിക്കാനുള്ളതിൻ്റെ കണ്ണികളായി മാറാൻ പാടില്ല. അറിഞ്ഞോ അറിയാതോ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അറിയുകയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടതുമുണ്ട്. അതും നമ്മുടെ കടമയാണ്. കാരണം ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. ഏറ്റവും ഇത് ലഭിക്കാത്ത ആളിൽ വരെ എത്തുന്ന രീതിയിൽ ഇതിൻ്റെ വലിയ ഒരു നീരാളിപ്പിടുത്തം എന്ന് പറയാവുന്ന രീതിയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിടത്തും എത്തുന്നില്ല, അഥവാ എത്തിയാൽ അത് എത്രയും വേഗം തന്നെ പിടിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇപ്പം വളരെയേറെ ഇത് എല്ലായിടത്തുനിന്നും പിടിക്കുന്നുണ്ട്. അത് ഇതുപോലെ ആൾക്കാർ പറഞ്ഞിട്ട് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉപയോഗം, അതിൻ്റെ ഒരു കൈമാറ്റം, അതുപോലെ ക്യാമ്പസുകളിൽ ഇത് ലഭ്യമാകുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. ഇതിൻ്റെ ലഭ്യത കുറയ്ക്കാനും ഇതിൻ്റെ തിക്തമായ ഫലങ്ങൾ ആൾക്കാരിൽ എത്തിക്കേണ്ടതും നമ്മുടെ കടമയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ ആസക്തിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം. നിരന്തരമായി ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഓരോന്നും ഇപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്നു, പിന്നെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെ ടിഷ്യൂ അല്ലെങ്കിൽ ആ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു. അതുപോലെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. കാരണം ഇത് ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ഒരേ നീഡിലും സിറിഞ്ചും കൊണ്ട് ഏതാണ്ട് 10-40 പേര് ഉപയോഗിക്കുകയും തുടർന്ന് HIV അണുബാധ അവരിൽ കണ്ടെടുത്തിയത് നമ്മുടെ നാട്ടിലാണ്, മലപ്പുറത്താണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഇതെല്ലാം ഒരു തുടക്കമാണ്. ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന പോലെയാണ് ഇത് തുടങ്ങി ആ പടക്കം പൊട്ടി വരുന്നതോടൊപ്പം തന്നെ അനേകവിധമായ പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഈ രോഗങ്ങളിലേക്ക് പോകാൻ കാത്തു നിൽക്കാതെ അതുകൊണ്ടുണ്ടാകാവുന്ന അനേകം വിധമായ പലതും ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. പലരും ഇത് ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് പല രീതിയിൽ പെരുമാറുന്നത് എന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഓർമ്മശക്തി നഷ്ടപ്പെടുക എന്നുള്ളതും നമ്മുടെ ഈ വെൽബീയിങ് അല്ലെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാനാണ് പോകുന്നതെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒപ്പം സംശയരോഗം,
മറ്റുള്ളവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും സംശയത്തോടെ ആൾക്കാരെയും സാഹചര്യങ്ങളെയും കാണാനുള്ളതും ഇതെല്ലാം ഇതിൻ്റെ അടുത്ത ഡിഗ്രിയിലേക്ക് വരുമ്പോഴേക്കുമാണ് കുറ്റകൃത്യങ്ങളാവുന്നതും വാർത്താ മാധ്യമങ്ങളിൽ ന്യൂസായിട്ട് വരുന്നതും പിന്നെ ആത്മഹത്യാ പ്രവണതകളിലേക്ക് നയിക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ നശ്വരതയെ പറ്റിയും ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാനും ആത്മഹത്യയിലേക്ക് പോകാനുള്ള വലിയൊരു ട്രിഗർ പോയിന്റ് അല്ലെങ്കിൽ വലിയൊരു തുടക്കം ഇവയിൽ നിന്നാണ് എന്നുള്ളതാണ്. ലഹരിക്ക് വേണ്ടി തുടങ്ങുകയും ആത്മഹത്യയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന എത്രയോ കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഒപ്പം പെട്ടെന്ന് ഇത് പിൻവലിക്കുകയും അല്ലാതെ തന്നെയും മരണത്തിലേക്കുള്ള പോക്ക് പലവിധ ഞാനിതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എങ്കിൽ പോലും ഇത് പഠിച്ച് ഏതൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും ഇത് കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഒരു ശ്രമം മാത്രമാണിത്. കാരണം ഇതൊന്നാമത് പക്ഷേ തിരിച്ചറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇതിൻ്റെ പലവിധമായ സിയിൽ തുടങ്ങുന്ന കനാബിസ്, കൊക്കെയിൻ, എക്സ്റ്റസി, ഹെറോയിൻ, LSD, ആസിഡ്, ഇത് അനേക പേരുകളിൽ അനേക സാധനങ്ങളുണ്ട്. മെഥാഫിനോ ഇപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതിൻ്റെ പേരെന്താണ്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഈ പേര് അതിൽ വരുന്നുണ്ടോ? MDMA ഇതാണ്, എൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെല്ലാം ലാബുകളിൽ, അനധികൃത ലാബുകളിൽ ഉണ്ടാക്കുന്നതാണ്. മെതാംഫിറ്റമിൻ എന്ന് പറയുന്നതാണ് അതിൻ്റെ ആ മരുന്ന്. ഇതെല്ലാം വ്യാപകമായി അവൈലബിൾ ആണ് എന്നുള്ളതും നിങ്ങൾക്ക് വളരെയേറെ പ്രലോഭനങ്ങൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് കിട്ടുന്നു എന്നുള്ളതും വളരെയേറെ പ്രാധാന്യത്തോടെയാണ് സമൂഹവും ഗവൺമെൻറ്റും എല്ലാം നോക്കിക്കാണുന്നത്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. എന്താണ് നമ്മൾ ഏതിലേക്കാണ് ഉപയോഗിക്കുന്നത്, ഏതാണ് നമുക്ക് ആൾക്കാർ തരുന്നത് എന്നറിയാതിരുന്നാൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതിലെല്ലാം ചെന്ന് ചാടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലഹരി ഉണ്ടാക്കുകയും ആസക്തിയിലേക്ക് നയിക്കുന്ന ലഹരി വർത്തക പദാർത്ഥങ്ങളോട് നോ എന്ന് പറയുകയും നിരന്തരം പറയുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു തവണ മാത്രമല്ല, ഓരോ തവണ നമുക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോഴും നോ 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 എന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെ ഇത് പറയുവാനും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാനും ഇന്നിവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷക പ്രവൃത്തി അതൊരു വലിയ പദവിയാണ്, ഒപ്പം അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഇത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല വ്യായാമം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ കാണിച്ച ഫുഡ് പ്ലേറ്റിലെ വ്യായാമത്തോടൊപ്പം ആഹാരം കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരിക്കെ ഏറ്റവും പ്രധാനം നമുക്ക് നിങ്ങളുടെ ഈ റോളിൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമായി നിങ്ങളുടെ പ്രായത്തിൽ വന്നിരിക്കുന്ന ലഹരി ഉപയോഗം, അതിലൂടെയുള്ള ആസക്തി, അതിനെ തുടർന്നുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അനേക വെല്ലുവിളികൾ, ഇവയെ ഫലപ്രദമായി നേരിടാൻ നിങ്ങളുടെ കൂടെയുള്ളവരെ സഹായിക്കാൻ നമ്മുടെ
വിദ്യാർത്ഥി സമൂഹത്തെ തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഓരോരുത്തർക്കും ഒരു റോളുണ്ട്. കാരണം ഇത് അറിയുന്നതും ഇതിൻ്റെ കടന്നുവരവ്, ഇതിൽ നമ്മുടെ കൂടെയുള്ളവരിലുള്ള ഉപയോഗമെല്ലാം ആദ്യം അറിയുന്ന നിങ്ങളാണ്. നിങ്ങൾ മൗനമായിരിക്കുന്നത് കൊണ്ടാണ് ഇത് വ്യാപിക്കുന്നത്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് തടയുകയും ചെയ്താൽ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ഇത് മാറ്റാൻ സാധിക്കും, തുടച്ചു നീക്കാൻ തന്നെ സാധിക്കും. അങ്ങനെ ചെയ്ത അനേക ക്യാമ്പസുകളും അനേക സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന ഒരു പ്രചോദനം. ഇത് കൂടാതെ നമ്മളിപ്പോൾ സമ്മപ്പ് ചെയ്യുകയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഈ ഗ്യാപ്പിലും ഇതിൻ്റെ ഇടയിലും ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചു. പല കാര്യങ്ങളും നമുക്ക് അറിവിലേക്ക് പറയേണ്ടതുണ്ട്, ചോദിക്കാനുള്ള അവസരമുണ്ട്. ഒപ്പം 100% ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമായ ഒരു രോഗത്തെപ്പറ്റി കൂടെ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏതാണ് ആ രോഗം? രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ 100% മരിക്കുന്ന ഒരു രോഗം മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. എന്നും അങ്ങനെയായിരുന്നു, ഇന്നും അത് തന്നെയാണ്. മറ്റെല്ലാ രോഗങ്ങൾക്കും നമ്മൾ ചികിത്സ കണ്ടുപിടിച്ചു. രോഗം വെച്ചുകൊണ്ട് തന്നെ വർഷങ്ങളോളം ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എനിക്ക് ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർ ഇതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ഒരഭിപ്രായം കേട്ടാൽ, ഒരാളുടെ ഉത്തരം കേട്ടാൽ എനിക്ക് ഇങ്ങോട്ട് വരാം. ഏത് പേ? ഗൂഗിൾ പേ ആണോ? എന്തോ പേ ആണ്? നൂറ് ശതമാനവും മാരകമായ രോഗം റാബീസ് എന്നിവിടെ പറയുന്നു. ശരിയാണോ? അല്ല, വേറെ പേവിഷബാധയാണെന്ന് പറയുന്നു. ശരി, വേറെ ക്യാൻസറുകൾ 100% മാരകമല്ല. ഒരു കാലത്ത് HIV AIDS എന്ന് പറയുന്നത് മാരകമായിട്ടായിരുന്നു അത് വന്നപ്പോൾ. 90കളിൽ മാരക രോഗമായിട്ടാണ് വന്നിരുന്നതെങ്കിലും ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 30-40 വർഷമായിട്ട് HIV ബാധിതരായിട്ടുള്ളവർ മരുന്നുകൾ കഴിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ തന്നെ ജീവിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഒരു ബസ്സിൽ യാത്ര ചെയ്യും, നമ്മളോടൊപ്പം പള്ളിയിൽ വരും, പങ്കെടുക്കും, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്, അറിയത്ത് പോലുമില്ല. അതായത് ഒരു രോഗബാധിതയാണെന്ന് അറിയാത്ത രീതിയിൽ ജീവിക്കാവുന്ന ആയി കഴിഞ്ഞു ആ രോഗം. അപ്പോൾ അതും മാരകമല്ല. അപ്പോൾ സമയം നിപ്പ വന്നു കഴിഞ്ഞാൽ 19% അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. 90% വരെ മോർട്ടാലിറ്റി അല്ലെ മാരകമാകാവുന്ന ഒരു രോഗമാണ്. നിപ്പ വന്ന ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിപ്പ വന്നവരെല്ലാവരും മരിച്ചിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചതും നിങ്ങൾ പലരും നല്ലൊരു ശതമാനം പേര് അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. രോഗം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ പ്രയാസം, പിന്നെ രക്ഷിക്കാൻ പ്രയാസമുള്ളത് പേവിഷബാധ മാത്രമേ ഉള്ളൂ. നിപ്പ രോഗം വന്നിട്ട് രക്ഷപ്പെട്ടവരുണ്ട്. കാരണം നിപ്പ ഒരു 90% മോർട്ടാലിറ്റി ഉണ്ട്, മരണപ്പെടാനുള്ള റിസ്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മാരകമായ ഒരു രോഗമാണ്. പക്ഷെ 100% മാരകം എന്നുള്ള ക്രൈറ്റീരിയയിൽ ഒറ്റ രോഗമേ ഉള്ളൂ, അത് പേവിഷബാധ, റേബീസ് എന്ന് പറയുന്ന രോഗം തന്നെയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് 3-4 കുട്ടികൾ, ഒന്ന് പത്തനംതിട്ടയിലാണ്, ഒരാൾ കോഴഞ്ചേരിയിലാണ്, അല്ലേ? പത്തനംതിട്ടയല്ലേ? ഒന്നും അല്ല, ഒന്ന് എവിടെയായിരുന്നു? കുന്നിക്കോട് വിളക്കുടിയിലാണ്, പത്തനാപുരത്ത്. ഒന്ന് ഇവിടെ കോഴഞ്ചേരിയിലാണ്, പിന്നെ ഒന്ന് മലപ്പുറത്താണ്, കോഴിക്കോട്. അപ്പോൾ അതായിരുന്നു കുട്ടികളാണ് മരണപ്പെട്ടത്. അപ്പോൾ അത് വലിയൊരു ഇതുണ്ടാക്കി നമുക്ക്. കാരണം പ്രതിരോധ മരുന്നുള്ള ഇത് കുട്ടികൾക്ക് രോഗം വന്നു, മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ വാക്സിനുകളോ അല്ലെങ്കിൽ പ്രതിരോധ മരുന്ന് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഇപ്പോൾ വലിയ ഇതുണ്ട്. വ്യാപകമായൊരു പരാതി ഉയർന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്, ഇത് പഠിക്കാനും പരിശോധിക്കാനുമായിട്ട് ഒരു സെൻട്രൽ ടീം വന്നിട്ടുണ്ട്. അവരെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അവരിന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടുകൂടെയാണ് ഞാനിതിവിടെ പറയണമെന്ന് കരുതിയത്. ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ അറിവ് നിങ്ങൾക്കുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ പട്ടികളുടെയും പ്രധാനമായിട്ടും 95% പട്ടികളാണ്. പക്ഷേ 5% പൂച്ചകളും മറ്റ് വന്യജീവികൾ, അതായത് കുറുക്കന്മാർ, ചെന്നായ്ക്കൾ, അങ്ങനെയുള്ള മൃഗങ്ങളുടെ കടിയേറ്റാലും പേവിഷബാധ ഉണ്ടാവാമെങ്കിലും ഏറ്റവും പ്രധാനം പട്ടികളാണ്. നായ്ക്കൾ, അവ തെരുവ് നായ്ക്കളാണ് ഈ കാര്യങ്ങളിലെല്ലാം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കുട്ടികളെ കടിച്ചു, കുട്ടികൾക്ക് കടിയേറ്റു, മാരകമായി മരണപ്പെട്ടു. പ്രധാന കാരണം ഈ നായ്ക്കളുടെ അതേ ഹൈറ്റിലാണ് കുട്ടികളെല്ലാവരും ഇരിക്കുകയോ അല്ലെങ്കിൽ നിൽക്കുമ്പോഴോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തലയിലും മുഖത്തുമാണ് കടികളെല്ലാം ഏൽക്കുന്നത്. ഈ രോഗാണു ഒരു വൈറസാണ്. ഈ വൈറസ് ശരീരത്തിലെ മുറിവിലൂടെ മാത്രമേ ശരീരത്തിനുള്ളിലേക്ക് കടക്കുകയുള്ളൂ. മുറിവില്ലാതെ ഈ രോഗാണുവിന് അകത്ത് കടക്കാൻ കഴിയില്ല. പേവിഷബാധ ഉണ്ടാക്കുന്ന രോഗാണു പേ പിടിച്ച ഒരു നായയുടെയോ പട്ടിയുടെയോ പൂച്ചയുടെയോ സലൈവ അല്ലെ ഉമിനീരിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത്. അതിൻ്റെ തലച്ചോറ് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സലൈവയിൽ നല്ല രീതിയിൽ രോഗാണുക്കളുണ്ടാവും. ഈ രോഗാണുക്കൾ കടിക്കുമ്പോൾ ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. കടിക്കുന്ന കടി നമ്മുടെ ശരീരത്തിലെ ഒരു നാഡീ ഞരമ്പിലാണെങ്കിൽ, നെർവിലാണ് കടി ഏൽക്കുന്നതെങ്കിൽ ഈ രോഗാണു അല്ലെങ്കിൽ വൈറസ് എത്രയും വേഗം ഈ നെർവ് വഴി തലച്ചോറിലെത്തും. നെർവിലല്ല എങ്കിൽ സമയമെടുക്കും. നെർവിലാണെങ്കിൽ ഏകദേശം 1 മൈൽ പെർ അവർ എന്നുള്ള സ്പീഡിൽ ഈ രോഗാണു വൈറസ് ആ നെർവിലൂടെ കടന്ന് നേരെ തലച്ചോറിലെത്തുകയും തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ രോഗം വരികയും ചെയ്യും. ഈ ഒരു രോഗത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടിയേറ്റതിന് ശേഷമാണ് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്നത്. അല്ലാതെ ആർക്കും ഇപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് കടി ഏൽക്കുന്നതിന് മുമ്പ്. സാധാരണ എല്ലാ രോഗത്തിനും നിങ്ങൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിരിക്കുന്നത് രോഗം വരുന്നതിന് മുമ്പോ ആ രോഗാണു നിങ്ങളുടെ ശരീരത്തിൽ വരുന്നതിന് മുമ്പോ ആണ്. ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുണ്ട്, അത് വളർന്നതിന് ശേഷം എടുത്തിട്ടുണ്ട്. പോളിയോ, DPT, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇതിനെല്ലാം നിങ്ങൾ കുത്തിവയ്പ്പ് എടുക്കുന്നുണ്ട് ചെറുപ്രായം മുതൽ. പക്ഷെ ഇതെല്ലാം രോഗം വരാത്തവർക്കാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ കടിച്ച് രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറിയതിന് ശേഷം നമ്മൾ കുത്തിവയ്പ്പ് എടുക്കുന്നത്. പക്ഷേ 99% കേസുകളിലും ഈ കുത്തിവയ്പ്പും തുടർ ചികിത്സയും വളരെ ഫലപ്രദമാണ്. കാരണം ഈ രോഗാണു പെട്ടെന്നൊന്നും തലച്ചോറിലെത്തുകയില്ല. മുറിവിലിരുന്ന് അതിനടുത്തുള്ള ഒരു നെർവെൻഡിങ്ങിനെ കണ്ടുപിടിച്ച് ഒരു നാഡീ നരമ്പിൽ കയറി പറ്റിയിട്ട് വേണം ഇതിന് തലച്ചോറിലെത്താൻ. ഈ കാലയളവിലുണ്ടാകുന്ന ദൈർഘ്യം, ഈ കാലതാമസമാണ് നമ്മൾ ഈ കുത്തിവയ്പ്പ് കൊണ്ട് പരിഹരിക്കുന്നത്. ഇത് തലച്ചോറിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ ഫലം ശരീരത്തിൽ വ്യാപിക്കുകയും അത് ഈ രോഗാണുവിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കടി ഏറ്റിട്ടുള്ളവരിലെല്ലാം തന്നെ അവർ ജീവനോടെ. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് പട്ടി കടിച്ചിട്ട് കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട്? നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കാൻ കാരണം ഇതുകൊണ്ടാണ്. നിങ്ങളെ കടിച്ച പട്ടി പേയുള്ളതായാലും ഇല്ലെങ്കിലും ആ കുത്തിവയ്പ്പ് എടുത്തിരുന്നോ? 3 കുത്തിവയ്പ്പ്. ഈ കുത്തിവയ്പ്പ് ഫലപ്രദമായതാണ് ഈ പൊങ്ങിയ കൈകളുടെ എല്ലാം ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുത്തിവയ്പ്പ് ഫലപ്രദമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിനിടയിൽ കുത്തിവയ്പ്പ് എടുത്തിട്ടും കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഏറ്റവും പ്രധാനം, ഇവിടെ കടിച്ചവർ ഒരു കുറച്ച് പേരെങ്കിലും ഉണ്ട്. 3-1 പേർക്കെങ്കിലും കടി കിട്ടിയിട്ടുള്ളവരാണ്. ബാക്കിയുള്ളവർക്ക് ഇനി താമസിയാതെ കിട്ടിയുള്ളൂ. അപ്പോൾ അല്ല, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് പട്ടിയുടെ കടി കിട്ടാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ബോധവാന്മാരും ആയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കടി കിട്ടിയാലും നിങ്ങളുടെ കൂട്ടുകാർക്കായിരുന്നാലും ഈ ശ്രദ്ധയോടെ പറഞ്ഞു കൊടുക്കേണ്ട 3 കാര്യങ്ങളിലേക്ക് ഞാൻ വരിക. ഏറ്റവും പ്രധാനം, കടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടി കിട്ടി ചികിത്സയുള്ളവർക്ക് അതറിയാം. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയട്ടെ, കടി കിട്ടിക്കഴിഞ്ഞാൽ കടി കിട്ടിയ ഭാഗം ഏറ്റവും നന്നായിട്ട് കഴുകണം. 20 മിനിറ്റ് നേരം വെള്ളമൊഴിച്ച് സോപ്പ് തേച്ച് കഴുകണം ആ മുറിവ്. ആ കഴുകുന്നതിലൂടെ 90% ഈ രോഗാണു നശിപ്പിക്കപ്പെടുകയോ
നമുക്ക് വാഷ് ഔട്ട് ആക്കുകയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. ഇത് വളരെ പ്രധാനമാണ്. ഇതിന് വേറെ ഒരു ചിലവുമില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് കടിച്ച പട്ടിയുടെ പുറകെ ഓടിച്ച് അതിനെ കൊല്ലുന്നവരെ നമുക്ക് സമാധാനമില്ല. ആ സമയത്ത് ഈ കടി കൊണ്ടവൻ ഇവിടെ കിടക്കുകയാണ്, അവരെ നോക്കുന്നില്ല. മിക്ക കേസുകളിലും കടി കൊണ്ടു കഴിഞ്ഞാൽ ആ കടി കൊണ്ട ഭാഗം കഴുകുന്നതേയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കടി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തൊട്ട് തൊഴുതിട്ട് അവിടെ വേണമെങ്കിൽ ഈ തീക്കൊള്ളി കൊണ്ട് ആ ചുറ്റുപാടും എല്ലാം കരിച്ചു കളയും. ആദ്യം ഒരു ചെറിയ മുറിവായിരുന്നു, അവസാനം ആശുപത്രി ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട രീതിയിൽ വലിയ മുറിവാക്കി അതിനെ മാറ്റും. അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന മുളക് പൊടി, കാപ്പിപ്പൊടി എല്ലാം എടുത്ത് അവിടെ നല്ലപോലെ പൗഡർ ആൾക്കാരടിച്ച് മുഖത്തിടുന്ന പോലെ ഇട്ട് നല്ല പ്ലാസ്റ്റർ ചെയ്യും. ഇതെല്ലാം ചെയ്യുന്നത് വളരെ ഹാനികരമാണ്. ഇതൊന്നും ചെയ്യാനേ പാടില്ല. ഇപ്പോഴിതൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. കടിച്ച് മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കടിച്ച് ഉടൻ തന്നെ അവിടെ കെട്ടി വെച്ചിട്ട് വളരെ ഭയഭവ്യതയോടെ ഭക്തി ബഹുമാനത്തോടെ പിറ്റേ ദിവസം OP-യിൽ കൊണ്ടുവരും. ഇത് കഴിയോ? ഇല്ലില്ല, ഞങ്ങൾ കഴിയിട്ടേ ഇല്ല. അപ്പം തന്നെ നമ്മളിത് തുണി കൊണ്ട് കെട്ടി സൂക്ഷിച്ച് വേണമെങ്കിൽ ഡോക്ടർ കഴിയിക്കുന്നു. ഇത് നമ്മൾ കഴിയിരുന്നെങ്കിൽ ഈ രോഗാണു അപ്പോഴും തന്നെ അവിടെ നിന്ന് പോയേനേയും എന്നുള്ളത് തിരിച്ചറിയണം. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതെല്ലാം നിങ്ങൾ മറന്നാലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ പട്ടികടി കൊണ്ട് മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ പട്ടി കടിച്ച മുറിവ് നന്നായിട്ട് കഴുകണം. അത് 15 മുതൽ 20 മിനിറ്റ് വരെ ഒഴുകുന്ന വെള്ളം എന്നാണ് പറയുന്നത്. പൈപ്പിൻ്റെ അടിയിൽ വെച്ച് കഴിയാൽ മതി. ഒഴുകുന്ന വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കഴുകാതിരിക്കരുത്. അതുപോലെ ഒഴുകുന്ന ആറ്റിലോ തോട്ടിലൊന്നും കൊണ്ടുപോകേണ്ടതില്ല. ബക്കറ്റിൽ നിന്ന് മഗ്ഗിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. കാരണം ഈ പലരും കഴുകി ആ മുറിവ് വലിയതാക്കും. കാരണം മറ്റേ ഉജാലയൊക്കെ ഇട്ട് പിടിക്കുന്ന പോലെ, ഉജാലയല്ല മറ്റേ ഒരു സോപ്പല്ലേ, അതിട്ട് പിടിക്കുന്ന പോലെ പിടിച്ച് കഴുകേണ്ടതില്ല. ഒഴുകുന്ന വെള്ളത്തിൽ മൈൽഡ് പ്രഷറിൽ ഒരു 15 മിനിറ്റ് നേരം കഴുകുക. ഈ രോഗാണു അവിടെ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഒഴുകിപ്പോക്കോളും. സോപ്പ് ഉപയോഗിക്കുക, വേറെ ഒന്നും ഉപയോഗിക്കരുത്. കഴുകി വൃത്തിയാക്കുക. ഇതിലൂടെ വലിയൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത ആശുപത്രിയിൽ പോകണം. ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്, അതെടുക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞു 3 കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 കൈകളിലും ഒരു ദിവസം എടുത്തുകൊണ്ട് അങ്ങനെ 4 കുത്തിവയ്പ്പാണ് എടുക്കേണ്ടത്. ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിയല്ലേ. 16 എടുത്താ എന്തിന്? അത് 14 കുത്തിയോ? അത് മുറിവിൽ എടുത്തു എന്നാണ് പറയുന്നത്. അത് പ്രതിരോധ കുത്തിവയ്പ്പല്ല, അത് സിറമാണ്. ആ സിറം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ എവിടെയാണോ കടിച്ചത് അവിടെ ഇരിക്കുന്ന വൈറസിനെ നമുക്ക് ഫിസിക്കലായിട്ട് നശിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അത് ഈ കുത്തിവയ്പ്പ് ചെറിയ സെറിഞ്ച് നീഡിലും എടുത്തിട്ട് ഈ മുറിവിനും ചുറ്റും മുറിവിനകത്തും ചെറുതായിട്ട് ഇങ്ങനെ കുത്തത്തേ ഉള്ളൂ. ഇൻസ്റ്റിൽ ചെയ്യാമെന്ന് അതിന് പറയുന്നത്. കുത്തിവെച്ച് അങ്ങ് അകത്ത് പോവില്ല. പോയി കഴിഞ്ഞ് കുറച്ച് ഭാഗം തിരിച്ചു വരും. ശരിയല്ലേ? കാരണം ഇത് അവിടെ നമ്മുടെ ശരീരത്തിൽ കൊള്ളാവുന്ന കൊണ്ടു കഴിഞ്ഞാൽ ബാക്കി പുറത്തു പോകും. അതാണെന്ന് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്. TV-യിൽ പറഞ്ഞു, മരുന്നൊക്കെ നേരെ ചൊവ്വേ കുത്തിയില്ല ഡോക്ടർ. ആ ഡോക്ടർ കുത്തി പകുതിയും വെളിയിൽ പോയി. അതിങ്ങനെ പോയതാണ്. കാരണം ആ സ്ഥലത്ത് നമുക്ക് സ്ഥലമില്ല. മുറിവിൽ മാക്സിമം നമ്മൾ കുത്തുന്നു. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ സിറമാണ്. ഈ മരുന്ന് ചെന്ന ഉടൻ തന്നെ അവിടെയുള്ള രോഗാണുവിനെ നശിപ്പിക്കും. ആ മരുന്ന് കുത്തിവെക്കുന്നതിലൂടെ 99.5% റിസ്ക്കും കുറയുകയാണ് ശരിക്കും പറഞ്ഞു. പിന്നുള്ള 5% ബാക്കിയുള്ള മുഴുവനുമാണ് ഈ വാക്സിനോട് എടുക്കുന്നത്. ഇപ്പോൾ കയ്യിലെടുത്ത കുത്തിവയ്പ്പുകൾ, കയ്യിലെടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ 7 ദിവസം കൊണ്ടേ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. കൊച്ചു കുട്ടികളുടേത് അതുപോലെ തന്നെ തലയിലും മുഖത്തും കഴുത്തിലും ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നല്ലതുപോലെ നെർവ് എൻഡിങ്ങുകൾ അല്ലെങ്കിൽ നാഡീനരമ്പുകളുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തിനകത്ത് തന്നെ തലച്ചോറിലെത്തുകയും ഈ രോഗാണുവിന് എതിരായിട്ട് നമ്മൾ കൊടുത്ത മരുന്നുകൾ ഫലപ്രദമാവുന്നതിന് മുമ്പ് തന്നെ രോഗം ഉണ്ടാവുകയും ചെയ്യും. ഈ കേസുകളിലെല്ലാം തന്നെ അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ രോഗം ഉണ്ടായത്. ഒരാൾ പോലും ഈ രോഗം വന്ന് മരിക്കാൻ പാടില്ല. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് 100% ഫലപ്രദമാണ്. പക്ഷേ നമ്മളത് ഈ പറഞ്ഞതുപോലെ ചെയ്യേണ്ടതുണ്ട്. മുറിവ് കഴുകാനും തുടർന്ന് കുത്തിവയ്പ്പുകൾ എടുക്കാനും ആൾക്കാരോട് പറയണം. കൊച്ചു കുട്ടികളാകുമ്പം പക്ഷേ ഈ റിസ്ക് നമ്മളെപ്പോഴും പറയും. ഞങ്ങളിതെല്ലാം ചെയ്താൽ പോലും ഞരമ്പിൽ കടിയേൽക്കുകയും
രോഗാണു തലച്ചോറിലെത്താൻ എപ്പോഴും രോഗം വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് കടി ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കുത്തിവയ്പ്പ് എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പോലും, നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാഡം, നമ്മുടെ ഈ നാട്ടുകാരിയല്ലേ, മാഡം വളരെയേറെ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാരണം കുട്ടികൾക്ക് 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഈ പട്ടി കടിക്കോ ഇല്ലയോ നോക്കേണ്ടതില്ല, കുത്തിവയ്പ്പ് കൊടുക്കണം. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പട്ടിയോട് പറയാം, വാ വന്ന് കടിച്ചിട്ട് പോവുകയാണെങ്കിൽ, കാരണം നമ്മുടെ മരുന്ന് നമ്മൾ കുത്തിവയ്പ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് യഥാർത്ഥത്തിൽ കടിക്കുന്നതിന് മുമ്പ് തന്നെ കുത്തിവയ്പ്പ് എടുക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളിലെങ്കിലും. കാരണം കുട്ടികളാണ് ഇതിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഹതഭാഗ്യരായിട്ട് മരണപ്പെടുന്നത്. മുതിർന്നവരെക്കാളും തലയിലും കഴുത്തിലും എല്ലാം കടിക്കാനുള്ള അവർക്കാണ് ഉള്ളത്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ, നമ്മൾ ഈ ആരോഗ്യ വ്യായാമവും അതുപോലെ തന്നെ നമ്മുടെ ആഹാരക്രമവും എല്ലാം നിയന്ത്രിച്ച് ലഹരികളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ള പട്ടികൾ കടിച്ച് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമ്മളിത് ശ്രദ്ധിക്കണം. തെരുവ് നായ്ക്കളെ നശിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യകത തന്നെയാണ്. അതൊരു ഭാഗത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളെല്ലാം തന്നെ പേവിഷബാധ ഉള്ളവരാണ്. ഇപ്പോഴത്തെ ഒരു കാലയളവും പ്രധാനമാണ്. കാരണം ഇത് സീസണാണ്. ചൂട് കൂടുന്തോറും പേവിഷബാധ ഒരു നായയിൽ നിന്നും മറ്റൊരു നായിലേക്കും ഇതിലേക്കും പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മൃഗങ്ങൾ തമ്മിലുള്ള കടിയുടെ എണ്ണം കൂടും, മനുഷ്യരെ കടിക്കുന്നത് കൂടും. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം സാധാരണ മൃഗങ്ങളൊക്കെ മനുഷ്യനെ കടിക്കുന്നത് അവർക്ക് ഇതിന് വേണ്ടിയാണ്, അല്ലേ? കടിച്ചു കൊന്ന് ആഹാരത്തിന് വേണ്ടിയാണ് പലപ്പോഴും മൃഗങ്ങൾ കൊല്ലുന്നത്. ഈ നായ്ക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു പേവിഷബാധ ബാധിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവ വൈകൃതം കൊണ്ടാണ് ഇത് കടിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതുവരെ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞ നായ്ക്കൾ അക്രമാസക്തരാവും. അതായത് അതുവരെ സൈലൻ്റ് ആയിരുന്ന നായ്ക്കളെല്ലാം വയലൻ്റ് ആവുകയും, അതുവരെ വയലൻ്റായി എപ്പോഴും നമ്മളെ കണ്ടാൽ കടിച്ചു കയറിയിരുന്ന നായ്ക്കൾ വളരെ സൈലൻ്റായി വന്ന് നമ്മളെ സ്നേഹത്തോടെ നക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്വഭാവമാറ്റം നായ്ക്കളിൽ കണ്ടാൽ അതിലേക്കൂടെ വരികയാണ്. അതോടുകൂടി നമുക്ക് ക്ലാസ് തീരുകയാണ്. അതായത് നമ്മൾ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് തെരുവ് പട്ടികളെ പറ്റി പറയുമ്പോൾ തെരുവ് നായ്ക്കളല്ല, ഏതാണ്ട് പകുതിയിലധികം കേസുകൾ ഉണ്ടാവുന്നതിന് കാരണം നമ്മൾ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾ തന്നെയാണ്. പൂച്ചകളാണ്. പൂച്ചകളെ നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വീട്ടിലുള്ള എല്ലാ നായ്ക്കളെയും കുത്തിവയ്പ്പ് എടുക്കാൻ നമുക്ക് കഴിയും. അത് റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മളൊരു നായ്ക്കളെ ഇഷ്ടമില്ലാത്തവരാരുമില്ല, വളർത്തുന്നുണ്ട്, സ്നേഹത്തോടെ പരിപാലിക്കുന്ന അനേകരുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഉത്തരവാദിത്ത ബോധത്തോടെ വേണം ഇതിനെ വളർത്താൻ. കൃത്യമായി 6 മാസം കൂടുമ്പോൾ കുത്തിവയ്പ്പ് എടുപ്പിക്കാനും അതിനെ പരിപാലിക്കാനും നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഈ നമ്മുടെ വീട്ടിലെ നായ്ക്ക് വേറെ പല ബന്ധങ്ങളും ഉണ്ട് പുറത്ത്. നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ അതും വൈകുന്നേരങ്ങളിൽ രാത്രിയിലൊക്കെ പുറത്ത് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അത് കൊണ്ട് തന്നെ പേയുള്ള മൃഗങ്ങൾ കടിക്കാനുള്ള സാധ്യതയുണ്ട്. കടിച്ചു കഴിഞ്ഞ് നമ്മളെ നാക്കാം. നമ്മുടെ മുറിവിൽ അതിൻ്റെ ഉമിനീര് വീഴുകയോ അല്ലെങ്കിൽ ചെറുതായ മാന്തലുകൾ പോലും പ്രശ്നമാണ്. പട്ടിയുടെയും പൂച്ചയുടെയും പ്രത്യേകിച്ച് മാന്തലുകൾ പോലും ഇതുണ്ടാക്കും. കാരണം പൂച്ച എപ്പോഴും തന്നെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പൂച്ച മാന്തിയത് വെച്ചുകൊണ്ട് പേവിഷബാധ വന്ന കുട്ടികളുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് എന്തുകൊണ്ട് പറയുന്നു? ഒന്ന്, തെരുവിലെ നായ്ക്കളൊരു പ്രശ്നമാണ്, നമ്മൾ തെരുവിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതിനെയും സൂക്ഷ്മതയോടെ ബഹുമാനത്തോടെ കാണണം. അവയ്ക്ക് കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പ്, പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് എല്ലാ വെറ്ററിനറി ആശുപത്രികളിൽ ഇപ്പോൾ ലഭ്യമാണ്. അതെടുത്തിരിക്കുന്ന ഉറപ്പാക്കണം 6 മാസത്തിനിടയിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു റെസ്പോൺസിബിളായിട്ടുള്ള പെറ്റ് ഓണർഷിപ്പ് പ്രധാനമാണ്. ചുരുക്കത്തിൽ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരെങ്കിലും. റെസ്പോൺസിബിൾ യൂത്ത്, ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള ഒരു ചെറുപ്പകാലം, ബാല്യകാലം, യൗവനകാലമാണ് നിങ്ങളിൽ നിന്ന് സമൂഹവും
ഈ സഭയും ആവശ്യപ്പെടുന്നത്. ബഹുമാന്യനായ മീനി എത്തിക്കഴിഞ്ഞു, തീർന്നു. അപ്പം ആ ഉത്തരവാദിത്തപ്പോൾ നമ്മളിപ്പോൾ സഭയുടെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്. നിങ്ങളെ കാണുന്നവർക്കും നിങ്ങളൊരു റോൾ മോഡലായിട്ടാണ് അവർ കാണുന്നത്. സഭയിൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വരുന്നവരെല്ലാം തന്നെ നിങ്ങളെ ഒരു റോൾ മോഡലായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം, നിങ്ങളുടെ ഭക്ഷണക്രമം നല്ലതായിരിക്കണം, നിങ്ങൾ വ്യായാമം ചെയ്യുന്നവരായിരിക്കണം. ഒപ്പം ലഹരിയോ അതുപോലുള്ള ആസക്തി ഉണ്ടാക്കുന്ന ഒരിന്നിനും വശംവദരാവാത്തവരും അത് സമൂഹത്തിൽ ഉണ്ടാവുന്നതും അത് വ്യാപിക്കുന്നതും തടയുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നവരുമായിരിക്കണം. ഒപ്പം നമ്മൾ ഈ പേവിഷബാധയ്ക്കെതിരെ നമ്മൾ പോരാടുന്നവരാവണം. ഒരു രോഗം വന്നാൽ 100% മാരകമായ ഈ രോഗം ഒരാൾക്ക് പോലും, ഒരു കുട്ടിക്ക് പോലും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രതിജ്ഞ നമുക്കുണ്ട്. അതെടുക്കേണ്ടതുണ്ട്. ഇത്രയും നേരം വളരെ സഹകരിച്ച് ഈ കൂട്ടാളികളായ എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യുവനായ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാൻ പറ്റാതിരിക്കുന്ന, ചോദിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഉണ്ട്. എന്തോ നോ ആൻഡ് യേസ് ടു യുവർ പാഷൻ എന്നാണ് ഇത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഹാപ്പി ലൈഫ് ഹെൽത്തി ലൈഫിനെ കുറിച്ച് വളരെ കൃത്യമായ, വളരെ ആധികാരികമായ ഒരു ഓറിയൻറ്റേഷനാണ് ഈ സമയം നമുക്ക് ലഭിച്ചത്. ഏകദേശം 2 മണിക്കൂറോളം. എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കണം. എന്തെങ്കിലും എന്താണ് കുട്ടികളുടെ മുടി നരയ്ക്കുന്നതിനുള്ള ഇത് ചികിത്സ നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞു തരണം. കാരണം പണ്ടുള്ളവരുടെ നരയ്ക്കാത്തത് അവരുടെ മുടിയുടെ ഒരു ശ്രദ്ധ കൊണ്ടാണ്. ഒന്ന്. ഇപ്പോഴും ആരും അങ്ങനെ എണ്ണ തേച്ചൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അത് പൊതുവെ അങ്ങനെ പറയുന്നു. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഒന്ന്. രണ്ടാമത് മാറി വരുന്ന സാഹചര്യത്തിൽ പാരമ്പര്യമായിട്ട് നരയ്ക്കുക എന്നുള്ളതാണ് മുടിയുടെ സ്വാഭാവിക പരിണാമം, കറുത്തിരിക്കുക എന്നുള്ളതല്ല. അത് പല കാരണങ്ങളുണ്ട്. ജനിതക കാരണങ്ങളുണ്ട്, കാലാവസ്ഥയുടേതായ കാരണങ്ങളുണ്ട്, നമ്മുടെ ആഹാരക്രമത്തിൻ്റെ ഉണ്ട്, പിന്നെ ഈ കേശപരിപാലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആണെങ്കിൽ പോലും ജനറ്റിക്കായിട്ടുള്ള ഒരു പ്രധാന കാര്യങ്ങളുണ്ട്. പലരും ഇപ്പോഴും കറുത്തിരിക്കുന്നവരുണ്ട്. പ്രായമായിട്ടും 80-90 വയസ്സായിട്ടും നല്ല കറുത്ത മുടിയുള്ളവരുണ്ട്. അതിനൊക്കെ ജനിതകമായ ഒരു എലിമെൻ്റ് ഉണ്ട്. മുടിയുടെ കാര്യത്തിലും കഷണ്ടിയും അതുപോലെ മുടിയുടെ കളറിലും എല്ലാം തന്നെ ജനിതകമായ ഒരു കമ്പോണൻ്റ് ഉണ്ട്. ജനറ്റിക് ഇപ്പോൾ എൻജിനീയറിങ് വഴി ഇതെല്ലാം മാറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് അധികം താമസിക്കാതെ തന്നെ നരയോടൊക്കെ നമുക്ക് വിട ചൊല്ലാം. കാരണം നരയ്ക്കാത്ത മുടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന് ഇതായിട്ടുള്ള ജീനിനെ നമുക്ക് മാറ്റിയാൽ മതിയാവും. ഇപ്പോൾ ഡയബറ്റിസ് അതുപോലെ തന്നെ മദ്യപാനാസക്തി ഇതിനെല്ലാം കാരണക്കാരായുള്ള ജീനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ മദ്യപിക്കുന്നു, മദ്യപാന ആസക്തി കൂടുന്നു, അദ്ദേഹം മരണപ്പെടുന്നു. വേറൊരാൾ മദ്യപിക്കുന്നു, ഒരാസക്തി ഉണ്ടാകുന്നില്ല, അങ്ങനെയും ജീവിക്കുന്നു. ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഇത്ര വർഷമായിട്ടും ഇത്ര മദ്യപിച്ചിട്ടും ഒരു കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമല്ല അത്, അദ്ദേഹത്തിൽ ഈ മദ്യാസക്തി ഉണ്ടാക്കുന്ന ജീൻ ഇല്ലാത്തത് കൊണ്ടാണ്. ആ ജീനിനെ റീപ്ലേസ് ചെയ്ത് നോർമൽ ജീൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ജനറ്റിക് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന ജനറ്റിക് റീപ്ലേസ്മെൻ്റ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ നൊബേൽ പ്രൈസ് കിട്ടിയതെല്ലാം തന്നെ ഈ ജീൻ റീപ്ലേസ്മെൻറ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്ന ശാസ്ത്രജ്ഞർക്കാണ്. ഇപ്പോൾ ജനറ്റിക് റീപ്ലേസ്മെൻറ്റിലൂടെ ഡയബറ്റിസ് ഉണ്ടാകുന്നത് തടയാൻ കഴിയും, കഷണ്ടി മാറ്റാൻ കഴിയും, വളർച്ച തിരിച്ചു കൊണ്ടുവരാൻ കഴിയും, ഒപ്പം നര മാറ്റാനും കഴിയും. അതുവരെ നമുക്ക് മാറ്റാനുള്ള ഡൈ ലഭ്യമാണല്ലോ. അതുകൊണ്ട് ഡൈക്ക് വേണ്ടി നമുക്ക് ഡൈ ചെയ്യാം. ഓക്കെ ഓക്കെ ലവ് ബേർഡ്സിലില്ല. ഇത് പ്രത്യേക അങ്ങനെ കിളികളിലൊന്നും വിഷബാധ കാണുന്നില്ല. പ്രത്യേക തരം വാം ബ്ലഡായിട്ട് ഈ പ്രത്യേകിച്ച് ഇതിലൊക്കെയാണ് കാണുന്നത്. ഈ പൂച്ച, പട്ടി അതുപോലെയുള്ള ഈ കീരികളിൽ പോലും ഇന്ത്യയിൽ കാണുന്നില്ല. ഇന്ത്യൻ വൈൽഡ് ഗൂസിലും ഇല്ല. പിന്നെ വവ്വാലുകൾ, ഇന്ത്യൻ വൈൽഡ് ബാറ്റ് അതിലും ഇല്ല.
ഇന്ത്യയിലില്ല, പക്ഷേ അമേരിക്കൻ നാടുകളിൽ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കയിലുള്ള വൈൽഡ് ബാറ്റുകളിലും ഇതുണ്ട്, കാണുന്നുണ്ട്. ഇത് തന്നെ കിളികളില്ല, ബാറ്റ് മാത്രമേ ഉള്ളൂ.